ഇന്നലെ നമ്മൾ ചിന്തിച്ചു വരുന്ന കർത്താവ് എന്തിനു വരുന്നു? വിലപ്പെട്ടതിനെ ചെറുക്കാനാണ് വരുന്നത്. അതിൻ്റെ ഒരു പോർഷൻ പറഞ്ഞ് കർത്തൃമേശയിലേക്ക് പ്രവേശിക്കാം. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 44-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച അതാണ് ഭാഗം. മത്തായി 13:40. വളരെ മനോഹരമായ ഒരു ഉപമകൾ. ഞങ്ങൾക്ക് സമയം കിട്ടിയാൽ ശനിയാഴ്ച രാത്രി ചിലപ്പോഴൊക്കെ ഞാൻ കയറത്തുള്ളൂ. ഉപമകൾ എന്നൊരു വിഷയം ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അഗപ്പെ ഗോസ് മിഷൻ്റെ സൂം മീറ്റിങ്ങിൽ 39 ഉപമകൾ ഒരു പഠനം അതാണ് എടുക്കുന്നത്. എൻ്റെ 3-ാമത്തെ പുസ്തകം പ്രാർത്ഥനയും ക്രിസ്ത്യജീവിതവുമാണ്. 4-ാമത്തെ പുസ്തകം ഉപമകളാണ്. 5-ാമത്തെ പുസ്തകം തീരുമാനിച്ചിട്ടില്ല. മിക്കവാറും അപ്പോസ്തല പ്രവൃത്തികളായിരിക്കും. അപ്പോൾ 3-ാമത്തെ പുസ്തകത്തിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്. 2-ാമത്തെ പുസ്തകമാണ് പുനരാഗമനം മുതൽ പുതിയ യെരൂശലേം വരെ. ഇന്നലെ കൊണ്ടുവന്ന 10 പുസ്തകം തീർന്നിട്ടുണ്ട്. ആ 2 പുസ്തകം ചോദിച്ചതുകൊണ്ട് ഞാൻ മോൻ്റെ ഏൽപ്പിച്ചിട്ടുണ്ട്. 10 കൂടെ മാങ്ങാനത്ത് കൊടുക്കാനുള്ളതാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്കത് 400 രൂപ വിലയ്ക്ക് ആ പുസ്തകം ഇന്ന് സഭായം കഴിയുമ്പോൾ കിട്ടും. 200 രൂപ ഞാൻ എടുക്കും പ്രസിൽ കൊടുക്കാൻ. 200 രൂപ വടക്കേ ഇന്ത്യയിലെ വേലയ്ക്ക് വേണ്ടി കൊടുക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. പറ്റുമെങ്കിൽ നിങ്ങളത് ചെയ്യുക. ഇവിടെ നമ്മൾ വായിക്കുന്ന ഉപമകൾ എന്താണ്? സ്വർഗരാജ്യം എന്തിനോട്? വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യം. ഒരു മനുഷ്യൻ അത് കണ്ട് മറച്ചിട്ട് മറച്ചിട്ടു എന്നല്ല, പിന്നെന്താണ്? മറച്ചിട്ട് തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വിലയ്ക്ക് വാങ്ങി. അതാണ് ഇന്നലെ ഞാനതിൻ്റെ ഒരു സ്ട്രക്ചർ പറഞ്ഞിരുന്നു. പിന്നെ എല്ലാവരും പകലൊന്നും വരത്തില്ലല്ലോ. പകൽ വരുന്നവർ രാത്രിയും വരത്തില്ല. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യം. ഇന്നലെ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് പിന്നെ വേറെ പണിയൊന്നുമില്ല. ഉപദേശിമാർക്ക് ഒരു 3 കഴിഞ്ഞാൽ 7, 7 കഴിഞ്ഞാൽ 21. അവർക്ക് വേറെ പണിയൊന്നുമില്ല. നിങ്ങൾക്ക് വേറെ പണിയുള്ളതുകൊണ്ട് നിങ്ങളുടെ സൗകര്യം പോലെയൊക്കെ വന്നാൽ മതി. എന്നാലും സൗകര്യം ഉണ്ടായിട്ടും വരാതിരിക്കുന്നവരെ സൂക്ഷിക്കണം. പക്ഷേ ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളവർ അതൊക്കെ കഴിയുമ്പോൾ ഒക്കെ വന്നാൽ മതി. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാനിവിടെ അതിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് വരുമ്പോൾ പറയട്ടെ. നിധി എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. എന്താണ് നിധി? കേട്ടിട്ടുണ്ടോ പിള്ളേർ നിധി എന്ന്? കണ്ടിട്ടുണ്ട്. അങ്ങനെ കഥകൾ കേട്ടിട്ടുണ്ടല്ലേ? നിധിയുടെ കഥ കേട്ടിട്ടില്ലേ നിങ്ങൾ? നമ്മുടെ ശ്രീ ചിത്തിരത്തിരുനാൾ മഹാരാജാവിൻ്റെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിലവറ തുറന്നു. B1 B2 നിലവറ തുറന്നപ്പം എൻ്റെ പൊന്നെ, നമ്മുടെ കേരളത്തിൻ്റെ കടം മുഴുവൻ തീർക്കാനുള്ള സാധനം എവിടെ ഇരിപ്പുണ്ട്? അവിടെ ഇരിപ്പുണ്ട്. അത് വിൽക്കത്തില്ലല്ലോ. അപ്പം നിധി എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ വളരെ ശാന്തമായിട്ട് പറയുന്നത് കേട്ടോ, ശ്രദ്ധിച്ചോളൂ. നിധി എന്ന് പറഞ്ഞാൽ എന്താ? 4 കാര്യങ്ങൾ നിധിയെക്കുറിച്ച് മനസ്സിലാക്കണം. നിധിയെക്കുറിച്ച് 4 കാര്യങ്ങൾ മനസ്സിലാക്കണം. നിധിയെക്കുറിച്ചുള്ള കഥ എന്താണെന്നറിയുമ്പോൾ, കഥ നിങ്ങൾ വല്ലൊരു ഈ പ്രായമുള്ളവരൊരു നിധി കണ്ടിട്ടുണ്ടോ? നിധി കിട്ടിയവരാരെങ്കിലും ഉണ്ടോ? 20 കൊണ്ട് നിധി പോയിട്ട് നഷ്ടക്കച്ചവടം വന്നവരെ പോലെ ഇരിക്കുന്നത്. നിധി കിട്ടിയവരാരെങ്കിലും ഉണ്ടോ? കഥ പറയാം മക്കളെ, കഥ. ആണ്ട ഒരു പുള്ളി എൻക്രോച്ച് ഭൂമിയെ കിളച്ചുകൊണ്ടിരിക്കുമ്പം പിക്കാസി എന്നൊരു ശബ്ദം കേട്ടു. നിം എന്നൊരു ശബ്ദം കേട്ടു. സംശയിച്ചു. ഒന്നോടെ കുത്തിയപ്പം ഒന്നോടെ കേട്ടു. നോക്കി നിൽക്കുമ്പോൾ ഒരു വാർപ്പ് ഉരുളി എന്ത് ചെയ്തു? പൊങ്ങി ഇങ്ങോട്ട് വന്നു. അതിനകത്ത് കണ്ണം ചിപ്പിക്കുന്ന 24 ക്യാരറ്റിൻ്റെ ആഭരണങ്ങൾ, വള, സ്വർണം, മാല, മുത്ത്, രക്തങ്ങളൊക്കെ ഉണ്ട്. എടുക്കാൻ വേണ്ടി ആഞ്ഞു ചെന്നപ്പോൾ അതിൻ്റെ മുകളിൽ 1 മുഴം നീളമുള്ള ഒരു വെളുത്ത സർപ്പം ഇരിക്കുന്നു. അപ്പോൾ അതെടുക്കാനായിട്ട് പറ്റുന്നില്ല. തിളങ്ങി ഇങ്ങനെ നിൽക്കുന്നു. സൂര്യപ്രകാശത്തിൽ വെട്ടിത്തിളങ്ങുന്നു. ഓടിച്ചെന്ന് വീട്ടുകാരോട് പറഞ്ഞു, ഞാൻ നിധി കണ്ടു എന്നും പറഞ്ഞ് വീട്ടുകാരെ വിളിച്ചുകൊണ്ട് വന്നപ്പോഴേക്കും കാണാനില്ല. അത് നേരെ താഴോട്ട് താണുപോയി. ഇതാണ് ഞാൻ നിധിയെക്കുറിച്ച് കേട്ടിരിക്കുന്ന കഥ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇപ്പം കേട്ടില്ലേ? ഇല്ല. ഇതൊക്കെ തന്നെ നിധിക്ക് പറയാനുള്ളൂ. ഇനി ഈ സാധനം ആരെയും വീട്ടിൽ വെച്ചതായിട്ടൊന്നും എൻ്റെ ഓർമ്മയിലില്ല. ഇത് ഇത്രയും ക്ലിയറായിട്ട് പറയാൻ കാരണം എൻ്റെ അമ്മയുടെ ചേച്ചി വയനാട്ടിലുണ്ട്, എടക്കൽ ഗുഹയുടെ താഴെ. ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ച് 1 വർഷം കഴിഞ്ഞപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരാഴ്ച താമസിച്ചു. ചുരം ഇടിഞ്ഞ സമയമായിട്ട് 40 ദിവസം താമസിച്ചു. അപ്പോൾ അന്നൊക്കെ ഈ ആളുകൾ ഈ പ്രാഥമിക കൃത്യങ്ങൾക്ക് പോകുന്ന പറമ്പിലാണല്ലോ. പിന്നെ ടോയ്ലറ്റും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, വർഷങ്ങൾക്ക് മുമ്പേ. അപ്പോൾ എന്നോട് പറഞ്ഞു, 2ാമത്തെ തൊട്ടി പോയി ഇരിക്കരുതെന്ന്. ഞാൻ ചോദിച്ചു എന്നാന്ന് വെച്ചു. അപ്പോൾ വല്യമ്മച്ചേൻ്റെ മോള് പറഞ്ഞു, ഇടാ അവിടെ നിധി ഉണ്ടടാ, അവിടെ ഈ വാർപ്പും സർപ്പമൊക്കെ ഇരിക്കുന്നത്, അതുകൊണ്ട് അവിടെ എങ്ങും പോയി എന്ത് ചെയ്യരുത്, വിളിക്കിരിക്കരുതെന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ എനിക്ക് പണ്ട് പോലെ ഭയങ്കര വാശിയാണ്. അന്ധവിശ്വാസികൾക്കിട്ട് ഞാൻ സട കുടഞ്ഞു, ഞാൻ അവിടെ തന്നെ ഇരിക്കത്തുള്ളൂ. അപ്പോൾ അവർ പറഞ്ഞു ചൊറി പിടിക്കുന്നു പറഞ്ഞു. ഞാൻ പിടിച്ചോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ അവിടെ തന്നെ പോയിരുന്നു. എനിക്കെങ്ങും ചൊറിയൊന്നും പിടിച്ചൊന്നുമില്ല. അപ്പോൾ കാലങ്ങൾ കഴിഞ്ഞു. ഞാൻ ആ വല്യമ്മച്ചോട് ചോദിച്ചു, ഞാൻ നമ്മൾ ഈ നിധി എന്ന് പറഞ്ഞു എന്തു സംഭവം എന്താ? അപ്പോൾ ഈ കഥയൊക്കെ പറഞ്ഞു തന്നു, മനസ്സിലായി. അപ്പോൾ ഇതാണ് നിധി എന്ന് മനസ്സിലായല്ലോ. ഈ നിധിയെക്കുറിച്ച് മനസ്സിലാക്കേണ്ട 4 കാര്യങ്ങൾ
ഒന്ന് പറയാം, സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷ. ഒന്ന്, നിധി എല്ലാവർക്കും കിട്ടുകയില്ല. പിന്നെ ആർക്കാണ് കിട്ടുന്നത്? അതിലൊരു നിയോഗമുള്ളവർക്കേ നിധി കിട്ടുള്ളൂ. അല്ലാണ്ട് ഇവിടെ സഭയിൽ 50 പേരെന്ന് പറഞ്ഞാൽ 50 പേരും എന്നാൽ അവിടെ അപ്പുറത്തിന് അവറാച്ചിന് നിധി കിട്ടിയെന്നും പറഞ്ഞ് നമ്മൾ കളിക്കാൻ നടന്നാലൊന്നും നിധി കിട്ടും. അതൊരു ഭാഗ്യം പോലെ ഇരിക്കും. അതാണ് ഒന്നാമത്തെ കാര്യം. ഓക്കെ. രണ്ടാമത്തെ കാര്യം, ഇത് വിൽക്കാൻ ഒക്കുകയില്ല. എന്നാൽ പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് മോളുടെ കല്യാണം വരുമ്പോൾ 2 വള എടുത്തുകൊണ്ട് പോയി വിൽക്കാൻ ഒക്കുകയില്ല. അത് തൊടാൻ ഒക്കുകയില്ല. തൊട്ടാ വിവരം അറിയും. ക്രയ വിക്രയ സ്വാതന്ത്ര്യം ഇല്ല. എന്തിന്? നിധിക്ക്. മൂന്നാമത്തെ കാര്യം, ഇത് കളയാൻ ഒക്കുകയില്ല. അങ്ങനെ ചെയ്താൽ കൊള്ളാനും ഒക്കുകയില്ല, തള്ളാനും പറ്റും. ഇത് വീട്ടിലിരിക്കണം. അങ്ങനെ ഇരുന്നാൽ എന്തുണ്ടാകും? ഐശ്വര്യം ഉണ്ടാകും. ഇതൊക്കെ കഥകളാണ് കേട്ടോ. നാലാമത് ഫൈനൽ എന്താണെന്നറിയാമോ? ഇത് കൈമാറ്റം ചെയ്യാനും പറ്റുകയില്ല. നമ്മൾ മരിക്കുമ്പോഴേക്കും എൻ്റെ വല്യമ്മച്ചി ആ സർപ്പത്തിന് പിന്നെ പാലും പഴവും കൊണ്ട് കൊടുക്കുമായിരുന്നു എല്ലാ ദിവസവും കേട്ടോ. അവിടെ അങ്ങനെ ആ പറമ്പിലുള്ള എല്ലാ ചുണ്ടലിയും വണ്ണം വെച്ചു. എന്താ കാര്യം? ഈ പാമ്പിന് കൊണ്ട് കൊടുക്കുന്നതാ. ഇവരുടെ പിള്ളേർ നിന്നിട്ടില്ല പൂവമ്പഴം. പക്ഷേ നല്ല അമ്പലവലിൽ പോയി പൂവമ്പഴം മേടിച്ചുകൊണ്ടെന്ന് ആർക്കാ കൊടുക്കുന്ന? ആ പറമ്പിലുള്ള പന്നിക്കും എലിക്കെല്ലാം കൂടെ കൊടുത്ത് പാമ്പിനെ സംരക്ഷിക്കുന്ന. ചത്ത് കഴിയുമ്പോൾ നമ്മൾ മരിക്കാൻ നേരത്തെ ഈ സാധനം എന്ത് ചെയ്യണം? തലമുറകൾക്ക് കൈമാറണം. ഇതാണ് എൻ്റെ പ്രതി. എൻ്റെ അപ്പൻ കടമറ്റത്ത് സേവ ചെയ്യുന്ന ആളായിരുന്നു. അപ്പോൾ പുള്ളിയും പറയുമായിരുന്നു, ആകപ്പാടെ കുരിശായി. കാരണം ഈ ചാത്തൻ സേവയും കുട്ടിച്ചാത്തൻ സേവയൊക്കെ തലമുറയ്ക്ക് എന്ത് ചെയ്യണം? കൈമാറണം. ഇല്ലെങ്കിൽ അതാത് സാധനങ്ങൾ ഇരിക്കുന്നിടത്ത് കുടിയിരിപ്പ് ശക്തി അവിടെ കൊണ്ടുവന്ന് ആവാഹിച്ച് വേണം തിരിച്ചു വരാനാണ്. അല്ലെങ്കിൽ തലമുറയെ ബാധിക്കുമെന്നാണ് പറയുന്നത്. അതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ ഞാൻ പിന്നെ പറയാം. ഞാൻ യേശുവിനെ വിശ്വസിച്ചു. ഞാൻ പറഞ്ഞു എനിക്കൊന്നും സംഭവിക്കുകയില്ല. എന്നെ അപ്പം പറഞ്ഞു, എടാ പ്യാരീസിൻ്റെ മിഠായി മതി എന്നെ മടക്കി കൊണ്ടുവരാം. ഞാൻ വെല്ലുവിളിച്ചു, എത്ര 1 കിലോ മിഠായി എന്നാലും നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. യേശു എൻ്റെ അകത്തുണ്ടെങ്കിൽ, ഞാനത് വിശ്വസിക്കുന്നെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സത്യം പറഞ്ഞാൽ വാചനമൊന്നും എനിക്ക് അറിയാമല്ല അന്നേരം. പക്ഷെ വിശ്വാസം ഭയങ്കരമായിരുന്നു. ആ വിശ്വാസത്തെ ദൈവം കണക്കിട്ടു എന്ന് ഞാൻ പറയുന്നുള്ളൂ. എൻ്റെ അപ്പൻ രക്ഷിക്കപ്പെട്ടു കേട്ടോ. 50 രക്ഷിക്കപ്പെട്ടു. 3 കൊല്ലം കൊണ്ട് 120 പേരുള്ള സഭ സ്ഥാപിച്ചു. 53-ാമത്തെ വയസ്സിൽ ഹാർട്ട് അറ്റാക്ക് വന്നു. അദ്ദേഹം നിത്യത്തിലേക്ക് യാത്രയായി. അപ്പോൾ അത് ഒരു നല്ല ഒരു ഉപദേശിയൊക്കെയായിട്ടാണ് മരിച്ചത്. അതാ സന്തോഷം. അവിടെ ചെല്ലുമ്പോൾ കാണാമല്ലോ എന്നുള്ള വലിയ സന്തോഷമാണ്. അമ്മ എൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ പുസ്തകത്തിൻ്റെ പിറകിൽ ഞങ്ങളുടെ ചെറിയൊരു ഫാമിലിയുണ്ട്. ഇപ്പോൾ 2 മിടുക്കന്മാർ ആമ്പിള്ളേരുണ്ട്. അവരുടെ ഫോട്ടോ ഇല്ല. ഇത് 2 കൊല്ലം മുമ്പ് പ്രിൻ്റ് ചെയ്ത പുസ്തകമാണ്. അതിൻ്റെ 4ാമത്തെ 5ാമത്തെ എഡിഷൻ പ്രിൻറ്റിങ് ഇപ്പം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് 4 കാര്യങ്ങൾ. മക്കൾ മറക്കരുത്. നിധിയെക്കുറിച്ച് മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്താണ്? ഇത് ഭാഗ്യവശാൽ കിട്ടുന്നതാണ്. 2, ഇത് ക്രയവിക്രയം ചെയ്യാനായിട്ട് പറ്റത്തില്ല. 3, ഇത് വീട്ടിൽ ഐശ്വര്യമായി സൂക്ഷിക്കണം. 4, ഇത് കൈമാറ്റം ചെയ്യണം. ആർക്ക്? തലമുറകൾക്ക്. ഇത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി. ഈ പ്രസംഗിക്കുന്ന മുഴുവൻ പ്രസംഗത്തിലൂടെ ഇത്രയും മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. ഒരു സ്തോത്രം പറ. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താ? നിധിയാണ്. ഈ നിധി ആരാന്ന് വല്ലതും മനസ്സിലായോ? ഈ നിധി ആരാന്ന് വല്ലതും മനസ്സിലായോ? ഈ നിധിയാണ് നമ്മുടെ കർത്താവ്. ഈ നിധിയാണ് ദൈവസഭ. 2 വ്യാഖ്യാനം. 1, സ്വർഗത്തിലെ കർത്താവ് ഭൂമിയിലേക്ക് നോക്കിയപ്പോൾ ഓതറയിൽ ഇരിക്കുന്ന ഒരാളെ ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു, ആണ്ട് ഒരു നിധി ഇരിക്കുന്നു. സൂസമ്മാമ, കുഞ്ഞുമോൻ, അമ്മണി, ഇതൊക്കെ ആരാണ്? കർത്താവിന് നിധിയാണ്. യേശു പറഞ്ഞു, എനിക്കതിനെ സ്വന്തമാക്കണം. പിതാവായ ദൈവം പറഞ്ഞു, അത് സ്വന്തമാക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാ ബുദ്ധിമുട്ടെന്നാ? നിനക്കുള്ളതെല്ലാം വിൽക്കേണ്ടി വരും. വിറ്റോളാം. അങ്ങനെ സ്വർഗത്തിൽ തനിക്കുണ്ടായിരുന്ന സകല മഹത്വവും വിട്ടുകളഞ്ഞു. ഫിലിപ്പ ലേഖനത്തിൽ പറയുന്നു, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു. മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായിട്ട് തീർന്നു. അതുകൊണ്ട് പിതാവ് അവനെ ഉയർത്തി സകലനാമത്തിന് മേലായ നാമം നൽകി സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോകളുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാമവും യേശു ക്രിസ്തു കർത്താവ് എന്ന പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളും വിചാരിക്കാതെ
വിട്ടുകളഞ്ഞാണ് യേശു നമ്മെ സ്വന്തമാക്കാൻ ലോകത്തിലേക്ക് വന്നത്. എബ്രായലേഖനം പറയുന്ന അവൻ തത്വത്തിൻ്റെ മുദ്രയും തേജസ്സിൻ്റെ പ്രഭയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്തിൽ വഹിക്കുന്നവനുമായിരുന്നു. സ്വർഗത്തിൻ്റെ മണി മകുടമായിരുന്നു ക്രിസ്തു. ആ സ്ഥാനമൊക്കെ വിട്ട് കളഞ്ഞിട്ടാണ് യേശു ലോകത്തിലേക്ക് വന്നത്. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ, അങ്ങനല്ലേ വാക്യം, ഇതിൽ കൂടുതൽ ഉയരത്തിൽ ഇനി ഒരാൾ ഇരിക്കാനില്ല. അടുത്തത് മരണത്തോളം. എല്ലാവരും മരിക്കുമില്ലേ? അതിനേക്കാൾ ദാരുണമായ മരണമാണ് ക്രൂശിലെ മരണത്തോളം. ഇതിൽ കൂടുതൽ ഇനി ഒരാൾ താഴാനുമില്ല. എന്ത് മനസ്സിലായി? ഇതിൽ കൂടുതൽ ഒരാൾ ഇനി ഉയരത്തിൽ ഇരിക്കാനില്ല. ഇത്രയും ഉയരത്തിൽ ഇരുന്ന ഒരാൾ ഇതിൽ കൂടുതൽ ഇനി താഴാനുമില്ല. സ്തോത്രം. അതാണ് കെനോട്ടിക് പാസേജ്. 7 പടികൾ ഇറങ്ങി വന്നു. ആ 7 പടികൾ ഇറങ്ങി വന്നുകൊണ്ട് ദൈവം അവനെ ഉയർത്തിയപ്പോൾ സകല നാമത്തിനും മേലായ നാമമായിട്ട് ഉയർത്തി. സർലോകരുടെയും അടുത്തത് 3 ലോകവും മുഴങ്കാൽ മടക്കുവാൻ യോഗ്യമായ നാമമത്രേ യേശുക്രിസ്തുവിൻ്റെ നാമം. സന്തോഷം തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? നമ്മൾ കൂടി വരുന്ന 50 100 പേരെ ഉള്ളെങ്കിൽ നമ്മുടെ സ്വോത്രം അത്രയേ ഉള്ളൂ? അല്ല, 10,000-കണക്കിന് ആളുകൾ കൂടുമ്പോൾ ഉണ്ടാകുന്ന ആരവാരം പോലെയാണ് സ്വോത്രം. എന്താ കാര്യം? ഇരിക്കുന്ന ആളുകളുടെ എണ്ണത്തിനനുസരിച്ചല്ല സ്വോത്രം പറയുന്നത്. നടുക്ക് വന്നിരിക്കുന്നവൻ്റെ വലിപ്പവും മഹത്വത്തിനും അനുസരിച്ചാണ് സ്വോത്രം ചെയ്യുന്നത്. 3/4 ചക്രത്തിൻ്റെ വലിയില്ലാത്ത മരമൊട്ടി കൊണ്ട് തീർത്ത മുക്കുമണ്ഡങ്ങൾ കൊണ്ട് അണിയിച്ചൊരുക്കി 3-4 പേർ മുക്കിയും മൂളിയും ഏതെങ്കിലും ഒരു മൂലക്കിരുത്തുന്ന കുട്ടി ദൈവത്തിൻ്റെ മുൻപിലല്ല ഇന്ന് പകൽ നമ്മൾ ഇരിക്കുന്നത്. 3 ലോകവും മുഴങ്കാൽ മടക്കുവാൻ യോഗ്യമായ നാമമുണ്ടെങ്കിൽ ആ നാമത്തിന് മുൻപിൽ ഇരിക്കുന്ന അന്തസ്സോടെ വിചാരിക്കുന്നവരുണ്ടെങ്കിൽ 2 കരമൊന്ന് ചേർത്തടിച്ച് ദൈവത്തിന് മഹത്വത്തിന് ഒത്തവണ്ണം ദൈവത്തെ സ്തുതിക്കണം. ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ അനുധാവനം ചെയ്യുവാൻ കൊള്ളാകുന്ന, ആദരിപ്പാൻ കൊള്ളാകുന്ന, ആരാധിപ്പാൻ കൊള്ളാകുന്ന, മഹത്വമുള്ള, പകരം വെക്കാൻ ഇല്ലാത്ത ഒരൊറ്റ നാമമാണ് യേശുക്രിസ്തുവിന്റെ നാമം എന്ന് തിരിച്ചറിയണം. നിധിയാണ് മക്കളെ. നമ്മളെ കർത്താവ് ആരായിട്ട് കണ്ടു? എന്നാ ക്വാളിറ്റി ഉണ്ടെന്ന് പറ. നിങ്ങളെയൊക്കെ എന്നെയൊക്കെ നിധിയായിട്ട് കാണാൻ പറ. എന്നതാ ഈ നമ്മളെ കണ്ടിച്ച് ഇവനെ എനിക്ക് വേണമെന്നൊരു ഫാൻസി പ്രൈസ്, മോഹവില കൊടുത്ത് ഇവനെ സ്വന്തമാക്കണം തോന്നാൻ നമ്മളിൽ എന്ത് ക്വാളിറ്റിയാണുള്ളതെന്ന് പറ. ഒരു ക്വാളിറ്റി ഇല്ല. പിന്നെന്താ? സംഗീതത്തിൻ്റെ മത്സരങ്ങളാണല്ലോ TV നടക്കുന്നത് അല്ലേ? ഡേഞ്ചർ സോൺ ഒരു എപ്പിസോഡുണ്ട്. മൊത്തം ഡേഞ്ചറാണ്. ആ എപ്പിസോഡ് തീരാൻ നേരത്തെ ഉത്തരം പറയും. അതുവരെ നമ്മളെ മുൾമുനയിൽ നിർത്തും. നല്ല പാട്ടായിരുന്നു, അങ്ങനെയായിരുന്നു, ശ്രുതി, താളം, ലയം, രാഗം, പോയാലും പ്രാക്ടീസ് ചെയ്യണം, മാടെ കോടെ എന്നൊക്കെ പറഞ്ഞ് എപ്പിസോഡ് തീരാ നേരത്ത് പറയും യു ആർ സെലക്റ്റഡ്. അപ്പോഴാണ് വടക്കം പൊട്ടുന്നത്. 750 കോടി ആളുകൾ ലോകത്തിൽ, 150 കോടി ആളുകളുള്ള ഇന്ത്യയിലേക്ക് വന്നിട്ട് 4 കോടി ആളുകളുള്ള കേരളത്തിലേക്ക് ദൈവത്തിൻ്റെ കമ്പ്യൂട്ടറും മൗസും തിരിഞ്ഞിട്ട് ഈ ജില്ലയിലേക്ക് വന്ന്, ഓതറയിലേക്ക് വന്ന്, പഞ്ചായത്തിലേക്ക് വന്ന്, വാർഡിലേക്ക് വന്ന്, വീട്ടിലേക്ക് വന്നിട്ട് ദൈവം പറയുക, ഇത്രയും ആളുകൾ ഉണ്ടെങ്കിലും എൻ്റെ മണവാട്ടിയാകാൻ യു ആർ സെലക്റ്റഡ്. നിന്നെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന തിരഞ്ഞെടുപ്പിന്റെ മഹത്വം മനസ്സിലാക്കുന്ന ദൈവമക്കൾ ഇങ്ങനെയൊന്നും ഇരു ദൈവത്തെ ആരാധിക്കരുത്. അവരറിഞ്ഞ ദൈവത്തെ ആരാധിക്കണം. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊക്കെ പഠിക്കാൻ പോവല്ലേ? സർക്കാരിൽ BSc ടെസ്റ്റൊക്കെ എഴുതി പോലീസ് ആകണമെങ്കിൽ ഇങ്ങനെ വിരിച്ച് കാണിച്ചുകൊണ്ടിരിക്കണം. പട്ടാളത്തിൽ വിരിച്ച് കാണിച്ചുകൊണ്ടിരിക്കണം. ഉണ്ടോ? ഇവിടെ കെ എബ്രഹാം പാസ്റ്ററൊക്കെ പട്ടാളത്തിൽ പോയതാ, എടുത്തില്ല. എന്താ കാര്യം? നല്ല നെഞ്ചുവിര. പക്ഷെ അവർ പറഞ്ഞു ലംബ നഹീകെ, പുള്ളി എന്തോ ഇല്ല, പൊക്കമില്ലെന്ന്. അതിന് പുള്ളിയെ വിട്ടതാ. ഉണ്ടോ? ടെസ്റ്റ് എഴുതി റാങ്കിൽ വരണം, റാങ്ക് ലിസ്റ്റ് വരണം, ജോലി കിട്ടണമെങ്കിൽ അല്ലേ? പോലീസ് ആകണമെങ്കിൽ, ഒരു സ്വീപ്പർ പോസ്റ്റിൽ പോലും നിങ്ങൾ വരണമെങ്കിൽ, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെടണമെങ്കിൽ ഒന്നാമതെത്തണം, റാങ്ക് ലിസ്റ്റിൽ വരണം. ദൈവം ഒരാളെ തിരഞ്ഞെടുക്കുന്ന നെഞ്ചുവിരിവുള്ളവനല്ല, വിദ്യാഭ്യാസം നോക്കിയല്ല, തറവാട്ട് മഹിമ നോക്കിയല്ല. ദൈവം മുന്നിൽ നിന്നല്ല തിരഞ്ഞെടുക്കുന്നത്, പിറകിൽ നിന്നാണ് തിരഞ്ഞെടുക്കുന്നത്. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ എന്ന് പറയുന്ന ഏറ്റവും പിറകിൽ നിന്ന് തന്നെ വിളിക്കുകയും വിളിച്ചിട്ട് നമ്മളെ ഒന്നാമനാക്കി മുന്നിലോട്ട് കൊണ്ടുവരികയും ചെയ്ത ദൈവത്തെ കരമൊന്ന് ഉയർത്തിക്കൊണ്ട് ഇന്ന് പകൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയണമെന്ന്
നമ്മൾ ദൈവത്തിൻ്റെ നിധിയാണ് മക്കളെ. 2, യേശു എൻ്റെയും നിധിയാകണം. അതാ യേശു നമ്മുടെ നിധിയാണ്. നിങ്ങൾക്ക് എല്ലാവരേക്കാൾ വലുത് യേശുവാണോ? പറ, ആണോ? എല്ലാറ്റിനേക്കാൾ വലുത് യേശുവാണോ? നമുക്ക് അറിയണ്ടേ? ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ എൻ്റെ സ്ഥിരം ശൈലിയാ, ഇപ്പോഴുള്ള ഭാര്യ മതിയോ? ഇപ്പോഴുള്ള ഭർത്താവ് മതിയോ? ഉത്തരം എന്തായിരിക്കും? എൻ്റെ പൊന്നു പാസ്റ്ററെ, ഈ ജന്മം തന്നെ ഈ ഏടാവടങ്ങളിൽ നടക്കാനുള്ള പാടനാന്ന് പാസ്റ്റർക്കറിയാം. ഓണത്തിൻ്റെ പ്രഷർ കുക്കർ എക്സ്ചേഞ്ച് മേളയ്ക്ക് പകരം ഈ ഏടാകൂടങ്ങളെ മാറുന്നൊരു മേള ഉണ്ടായിരുന്നെങ്കിൽ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു. ഈ കുന്തം ഇത് വരുന്നുമില്ല, എപ്പോൾ നോക്കിയാലും പ്രഷർ കുക്കർ എക്സ്ചേഞ്ച് മേള, ടിവിയും ഫ്രിഡ്ജും എല്ലാം മാറും, പക്ഷേ ഇതുങ്ങളെ മാത്രം മാറുന്നൊരു മേള ഇതുവരെ. മക്കളെ, ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ ഈ അപ്പനും അമ്മയും മതിയോ? എൻ്റെ പാസ അറം പറ്റുന്ന വാക്കൊന്നും പറയാതെ ഓഞ്ഞ 2 മോന്തേ, വിവരം ബോധമില്ലാത്ത 2 ബുദ്ധി, 2 എന്താ കഴുതകൾ. സത്യമാ, നമുക്ക് വല്ല ബോധമുണ്ടോ? ബോധമൊന്നും. നമുക്കെന്താ ബോധം? നല്ലൊരു ആൻറ്റി, ഹലോ ഹലോ, കേൾക്കുന്നില്ല, ഹലോ. ചെക്കൻ ചെന്ന് ഇങ്ങോട്ട് കൊണ്ടാപോൺ, എന്നാ തിരിച്ചു പിടിച്ചേക്കുക, എന്നിട്ടാ ഹലോ ഹലോ തിരിച്ചു പിടിക്കുക. ബോധം പൊക്കണമില്ല. ശരിയാണ്, നമുക്ക് വല്ല ബോധം പൊക്കണമുണ്ടോ? ഞാൻ തന്നെ വാട്സാപ്പ് നാളാണ് പഠിച്ചത്. നാളെന്ന് പറഞ്ഞാൽ 5-6 കൊല്ലമായി. അതൊരാൾ ചോദിച്ചു പഠിച്ച. എൻ്റെ പൊന്നെ, എൻ്റെ മൂത്ത മോളുടെ കൊച്ചൊക്കെ എൻ്റെ 3 അതിൽ വരുമ്പോൾ അമ്മ അപ്പം ഇങ്ങോട്ട് തന്നേ. എനിക്ക് എൻ്റെ ഒരു കുന്തം അറിയത്തില്ല. ഈ പിള്ളേരെ കൂടെ നോക്കി 5 മിനിറ്റ് കൊണ്ട് അവനതിൻ്റെ പരിപ്പെടുത്ത് കൈ തരിയിരിക്കുന്നു. പിള്ളേർ 5 മിനിറ്റ് പോലും വേണ്ട, പരിപ്പെടുത്ത് അതിൻ്റെ സൈഡ് തരും. നമുക്കൊല്ലം അറിയാം, നമുക്കൊന്നും അറിയത്തില്ല. അപ്പോൾ ഈ ബുദ്ധിയും ബോധവും വിവരമില്ലാത്ത ഈ കഴുതകളായ നമ്മളെ ഈ ജന്മം പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോട്ടെ എന്ന് വെച്ച് മാറ്റാൻ പറ്റിയെങ്കിൽ മാറ്റിയേനെ, വല്ല ആക്രി കടയും കൊടുക്കാൻ പറ്റിയെങ്കിൽ കൊടുത്തേനെ. മാറ്റാൻ പറ്റത്തില്ല. അത് അടുത്ത ജന്മം അയ്യോ അസീം പ്രേംജിയുടെ, രത്തൻ ടാറ്റയുടെ, പിന്നെന്താണ് ബിൽ ഗേറ്റ്സിൻ്റെ, ഷാരൂഖ് ഖാൻ്റെ, മമ്മൂട്ടിയുടെ ഒക്കെ പിള്ളേരുടെ എഴുതാൻ ആ കുഴപ്പം. ഒരു ചേഞ്ച് ആരാ ആഗ്രഹിക്കാത്തേ? പിള്ളേരെ മാറ്റാൻ മാതാപിതാക്കന്മാർ, ഇത് നീയൊക്കെ ജനിച്ച പോയില്ലോടാന്നൊക്കെ പറയുന്ന കാരണന്മാരില്ലേ, ഒക്കെ ഉണ്ടോ? എല്ലാം ചേഞ്ച്. പിന്നെ ഇങ്ങനെ കൂട്ടി കെട്ടിക്കൊണ്ട് കൊണ്ട് നടക്കും എല്ലാത്തിനെയും. പാസ മാറ്റാൻ കത്ത് കൊടുക്കാറില്ലേ? ഉണ്ടാ. ഒന്നാമത്തെ കൊല്ലം പാസ് വരുമ്പോൾ അയ്യോ ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു, അവന് ഡേവിഡ് എന്ന് പേർ, ഉണ്ടോ യോഹന്നാൻ എന്ന് പേർ. 2ാം കൊല്ലം എങ്ങനെയുണ്ട് പാസ്? അങ്ങനെ പോകുന്നു, വലിയ കുഴപ്പമൊന്നുമില്ല, പറ്റേ. 3ാമത്തെ കൊല്ലം അവനവൻ്റെ പല്ലിൻ്റെ ഇടയ്ക്ക് കുത്തി എന്തിനാ വെറുതെ മണപ്പിക്കുന്നത്, മിണ്ടാതിരിക്കുക ഭേദം. 4ാമത്തെ കൊല്ലം അങ്ങോട്ട് അയച്ചിട്ടുണ്ട് മെമ്മോറാണ്ടം. ഇതൊക്കെ സ്വാഭാവികമല്ലയോ? ആരും മിണ്ടുന്നില്ല. പാസ് എടുക്കാനാ 2 ടൈമൊക്കെ ഇരിക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. സ്വത്രം. അപ്പം ഞാൻ പറഞ്ഞു ഇതും. അപ്പോൾ ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ എൻ്റെ മുന്നേ ഇതൊന്നും വേണ്ടെന്ന്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം കാരണന്മാർ ഇപ്പം എൻ്റെ അമ്മയെ കണ്ടാൽ വലിയ ഭംഗിയല്ലോ, എനിക്കും വലിയ ഭംഗിയൊന്നുമില്ല, അവനത് ഇരിപ്പുണ്ട്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം കേട്ടോ പിള്ളേർ, നമുക്ക് ഈ കാരണന്മാരെ വലിയ ഭംഗിയില്ല എന്നൊക്കെ തോന്നുമെങ്കിലും നേരെ തിരിച്ചാ. എൻ്റെ അമ്മയുടെ എൻ്റെ പ്രായത്തിലെ ഫോട്ടോ ഞാൻ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. എന്നാ സൗന്ദര്യാന്നറിയാം. അപ്പം നിങ്ങളുടെ പ്രായത്തിൽ നിങ്ങളുടെ മാതാപിതാക്കന്മാർക്ക് നിങ്ങളെക്കാൾ സൗന്ദര്യം ഉണ്ടായിരുന്നു, അംഗീകരിക്കാമോ? തെളിവ് പറയട്ടേടി. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയെങ്കിലും ഓഞ്ഞ മോന്ത കിട്ടിയത്, മനസ്സിലായോ? നമുക്ക് ഇത്രയെങ്കിലും ഓഞ്ഞ മോന്ത കിട്ടാൻ കാരണം നമ്മുടെ പ്രായത്തിൽ അവർക്ക് നമ്മളെക്കാൾ ഗ്ലാമറായിരുന്നു. ഇപ്പം പിന്നെ ഒരു കുട്ടിക്കൂറ പൗഡർ ഇങ്ങോട്ടിട്ടല്ല അങ്ങോട്ട് കിട്ടുകയില്ലാത്ത വരുമ്പോൾ തന്നെ കണ്ണൊട്ടി കവളൊട്ടി ഇട്ടാ വട്ടത്തിൽ എങ്ങനെ അതൊന്നും അല്ല. അവർ ബാല്യം എന്നൊക്കെ പറഞ്ഞാൽ അവരൊക്കെ പുപ്പുലികളാ, പുലിയല്ല പുപ്പുലികളാ, മനസ്സിലായോ? ഇനി 3ാമത്തെ ചോദ്യം, ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഭാര്യാഭർത്താക്കന്മാരെ മാറ്റാൻ ആഗ്രഹിക്കുന്നവർ കാണും, മക്കളും മാതാപിതാക്കളെയും മാറ്റാൻ ആഗ്രഹിക്കുന്നവർ കാണും. 3ാമത്തെ ചോദ്യം നെഞ്ചിൽ കുത്തിയ ചോദിക്കുന്നത്, കൈയടിച്ചും മാർപ്പിട്ടും മറുപടി പറയണം കേട്ടോ. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഇപ്പോൾ സേവിക്കുന്ന, ഇപ്പോൾ ആരാധിക്കുന്ന ഈ യേശുവിനെ തന്നെ മതിയോ ദൈവമായിട്ടെന്നൊരു ചോദ്യം ചോദിച്ചാൽ ഒന്ന് കൈയടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. കർത്താവേ, എൻ്റെ യേശുവേ, ഇനിയൊരു ജന്മമല്ല 1000 ജന്മമുണ്ടായാലും യേശുവല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരു ദൈവത്തെ വേണ്ട എന്ന് പറയാനുള്ള അന്തത്താണ് യേശുവിന് പകരം വെക്കാൻ ഒരാളില്ലെന്ന്. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെപ്പോൾ ആരാധ്യനാരുമില്ല. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെപ്പോൾ ആരാധ്യനാരുമില്ല. അവനിൽ ശരണപ്പെട്ടാരുമേ ആരുമേ ഒരു നാളും അലയാതെ മോദമായി മോദമായി
ശരണപ്പെട്ടാരുമേ ആരുമേ ഒരു നാളും അലയാതെ മോദമായി മോദമായി മരുവും മരുവിലും ശാന്തമായി ആയിരങ്ങളിൽ സുന്ദരൻ വന്നിതൻ ആരിലും ഉന്നതൻ. ഓ എന്നാ സുന്ദരമായ പാട്ട്. എന്നെ പാടാനറിയില്ലെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളൊക്കെ പിന്നെ കീബോർഡൊക്കെ വെച്ച് പാടും. ഇവിടുത്തെ തമ്പരാണെങ്കിൽ പുരാവസ്ഥ പോലെ ഇരിക്കുക. അത് എന്നാ പറഞ്ഞാലും കുട്ടത്തില്ല. ഞാൻ പറഞ്ഞാലേ കുട്ടത്തുള്ളൂ. അത് മാറ്റി വെച്ചേക്കുക പോട്ടെ. നമുക്ക് ശ്വാസം മുട്ടുമ്പോൾ അതങ്ങ് മെയിൻറ്റെയിൻ ചെയ്യുമല്ലോ എന്നും പറഞ്ഞാൽ ഇത് കൊട്ടാൻ പറയരുത്. നിങ്ങളാണെങ്കിൽ എൻ്റെ ശ്വാസം മുട്ടലും വെള്ളം കുടിക്കുന്നതും കാണാൻ വേണ്ടി ഇങ്ങനെ കൊക്ക് നോക്കിയിരിക്കുക. എന്നാ ചെയ്യാനാന്ന് പറ. സ്വത്രം അപ്പം ആകട്ടെ. യേശുവിന് പകരം വെക്കാൻ ആളില്ല മക്കളെ. സ്വത്രം. ഇവന് പകരം വെക്കാൻ ആരാ? നമ്മുടെ മോഡൽ ആരാ? ഉണ്ട് നെയ്മർ. മുടിയൊക്കെ പൊക്കി നെയ്മർ ക്രിസ്റ്റ്യാനോ. ഞാനതിന് പിള്ളേരൊന്നും പറയാറൊന്നുമില്ല. കാരണം അതൊക്കെ പിള്ളേരുടെ സൗകര്യമല്ലേ, വെക്കട്ടെന്ന്. അത് ഞാനൊക്കെ ചെറുപ്പത്തിൽ ബ്രൂസ്ലി ആയിരുന്നു. ഉപദേശിമാർ ചെറുപ്പത്തിൽ തോന്നിയ ദിവസം നടന്നു വെച്ചാൽ ഇപ്പം ചാകാറായിപ്പം പിള്ളേരോട് പറയാം മോഡലൊന്നും. ഇയാൾ ചെറുപ്പത്തിൽ അങ്ങനെ അതറിയണ്ടേ. ഞാനിപ്പം ബ്രൂസ്ലി ആകാൻ നോക്കി നടക്കുമോ? പിന്നെ പശു നക്കിയ പുല്ല് പോലെ ഈജിപ്തിനും പിരമിഡ് പോലെ എങ്ങനെ പൊക്കി നടക്കുമോ? നിങ്ങൾ നോക്കി കണ്ടോ? നടക്കത്തില്ലെന്ന്. എയർപോർട്ട് കണക്കെ മുടിയായപ്പോഴാണ് ഉപദേശം കൊണ്ട് വന്നിരിക്കുന്നത്. നിങ്ങൾ എൻ്റെ മക്കളെ നിങ്ങൾ പൊക്കുന്ന ആ പൊക്ക. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, മുടിയും ഉടുപ്പും കണ്ടുകൊണ്ട് പിള്ളേരെ വിലയിരുത്തരുത് കേട്ടോ. കറുത്ത ഷർട്ട് ഇട്ട് വന്നു ഇവന് ആത്മീയം കുറവാണ്. ആര് പറഞ്ഞ ആത്മീയം കുറവാണ്? നിങ്ങളുടെയൊക്കെ കാഴ്ചപ്പാടാ, നിങ്ങളുടെ കണ്ണിനാ കുഴപ്പം. മനസ്സിലായോ? പറ്റുമെങ്കിൽ ഞായറാഴ്ച വെള്ളയൊക്കെ ഇട്, അത്രേ ഉള്ളൂ. ഇട്ടില്ലെന്നും പറഞ്ഞാൽ അവൻ ആത്മീയനല്ലെന്നൊന്നും പറയരുത്. പക്ഷെ ഞാൻ മക്കളോട് പറയാം, നിങ്ങൾ എന്നെ വേണ്ടിയിടും. പക്ഷേ ലൈഫ് മോഡൽ നെയ്മർ അല്ല. ലൈഫ് മോഡൽ ക്രിസ്ത്യ ഇവരിലൊന്നും ലൈഫ് അത്ര സുഖമല്ലാത്ത ലൈഫ് മോഡൽ ജീസസ് ക്രൈസ്റ്റ്. അത് നിങ്ങൾ മറക്കരുത്. ഒരു പാൻറ്റും ഷർട്ടും ഇട്ടെന്നും പറഞ്ഞൊന്നും ഞാൻ നിങ്ങളെ ആരെയും ഒന്നും പറയത്തില്ല. പക്ഷേ ജീവിതം അനുകരിക്കാൻ ഒറ്റ ലീഡർമാരും കൊള്ളത്തില്ല. പ്രിയപ്പെട്ട ഈ ഫുട്ബോൾ സ്റ്റാർ ഒന്നും കൊള്ളത്തില്ലെന്ന്. അതൊക്കെ രണ്ടാം കല്യാണം കഴിച്ചില്ല. പക്ഷേ ജീവിതത്തിൻ്റെ മോഡൽ യേശു മാത്രം. ഇനി പിള്ളേരൊരു സ്വത്രം പറയായി നോക്കി. ചെള്ളോ ഉറക്ക പള്ളിയിലേ പറയണ ഒരു കല്ലിയിലേ പറഞ്ഞു നിങ്ങൾ. ഞാൻ ഇന്നങ്ങ് പൊക്കോളാം ഉച്ച കഴിഞ്ഞ്. ഇനി എന്നാ ഉദ്ദേശിച്ച് എന്നെ നമ്മൾ ചോദിക്കണം. അന്ന് വരാതിരിക്കാമല്ലോ അല്ലേ? കുഴപ്പമൊന്നുമില്ല. എല്ലാ പിള്ളേർ അടക്കം ചുറ്റും. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഇത്രയും പേരൊക്കെ ഉണ്ടായിരുന്നു അവിടെ. നേ കാണുന്നുള്ളൂ. സ്വത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. തിരക്കൊക്കെ ആയിരിക്കും, പരീക്ഷയൊക്കെ അല്ലേ? ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പം നോക്കിക്കേ, നമ്മുടെ നിധിയാണ് ആര്? യേശു. യേശു നിധിയാണെന്ന് ആർക്കും മനസ്സിലായില്ല. അച്ഛൻ്റെ മകൻ അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞില്ലേ വിട്ടത്. പക്ഷേ യേശു നിധിയാണെന്ന് മനസ്സിലായവരൊക്കെ എന്ത് ചെയ്തു? അവർക്കുള്ളതെല്ലാം വിറ്റു. വിട്ടു. നിങ്ങൾ എവിടെ ജനിച്ചാലും ആരാണെങ്കിലും രക്ഷ, സ്നാനം, അഭിഷേകം, അന്യഭാഷ, ആരാധന, സഭ, വേർപാട്, വിശുദ്ധി, സ്വർഗം, നിത്യത, ഇതെല്ലാം നിധിയാണെന്ന് മനസ്സിലായാൽ, ഇതെല്ലാം വിട്ടുകളയാത്ത നിത്യതയാണെന്ന് മനസ്സിലായാൽ, മണ്ണ് പ്രതി മാണിക്യം പിടിച്ചോണ്ടിരിക്കരുത്. മതങ്ങൾ വിടണം, ആചാരങ്ങൾ വിടണം, അനുഷ്ഠാനങ്ങൾ വിടണം. ഇതാണ് നിധി എന്ന് മനസ്സിലായാൽ വചനത്തെ പിന്തുടരണം. നിധി. രണ്ടാമത്തെ കാര്യം എന്താ നമ്മൾ പറഞ്ഞത്? ഇത് വിൽക്കാൻ പറ്റത്തില്ല കേട്ടോ. ഞാനവിടെ ഭയപ്പെടുക. എന്താ കാര്യം? വിൽക്കാനാക്കടെയുള്ള സാധ്യത ഞങ്ങൾക്കാണ്. രോഗശാന്തിയും തട്ടിപ്പും ഭൂതശാന്തിയും പ്രവചനവും കള്ളപ്രവചനവും പറഞ്ഞ് കാശുണ്ടാക്കുന്ന മാർഗമായിട്ടിത് മാറ്റരുത്. സ്തോത്രം. പ്രാർത്ഥിക്കാൻ എത്ര രൂപ, പുഷ്പാഞ്ജലിക്ക് ഇത്ര രൂപ എന്ന് അമ്പലത്തിൽ പറയുന്നവരാണിപ്പം. രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എത്ര രൂപ, അപ്പോയിൻമെൻ്റ് എടുക്കണം. ഇന്നലെ പറഞ്ഞില്ലേ, ഒരാൾ നാളെ ട്രിവാൻഡ്രത്തിൽ ചെന്നപ്പം 15 പേരെ ഉള്ളതെന്നും പറഞ്ഞ് തിരിച്ചു പോന്നു പ്രസംഗിക്കാതെ. സ്തോത്രം. യേശുവിനെ വിറ്റ് കാശാക്കരുത് കേട്ടോ. സുവിശേഷം വിറ്റ് കാശാക്കരുത്. ജോയി പാറക്കിൽ പാർശ്വ നിങ്ങൾക്ക് കാശ് കിട്ടുന്നില്ലേ? ഉണ്ട്. ഞാൻ ദൈവത്തോട് കാര്യം പറഞ്ഞു. ഞാൻ പാവപ്പെട്ടവനാ, പൈസയോട് ആഗ്രഹം എനിക്ക് അന്നും ഇന്നും തോന്നിയിട്ടില്ല. എൻ്റെ ബാങ്കിൽ 10,500 രൂപ കൂടി ലൊപ്പിനും കാണാറില്ല. കാരണം 10,500 കാറിന് ലോൺ അടയ്ക്കണം. അതുകൊണ്ട് അത്രയും വരെ ലോൺ വരും. കൂടി വന്നാൽ 15. ഞാൻ അപ്പുറത്തെ കാണാറില്ല. മിനിങ്ങാന്ന് ഒരാൾ 300 രൂപ വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ എങ്ങുമില്ല, കയ്യിൽ കാശുണ്ട് പക്ഷേ ബാങ്കിലില്ല. ഇപ്പം എല്ലാം ഉണ്ണമ്പൊരി എന്ന് വെച്ചാൽ ഒരു ചായയും ഒരു പരിപ്പോടെയും
ബാങ്ക് വഴിയാണല്ലോ അയക്കുന്നത്. എൻ്റെയിലേക്ക് ബാങ്കിൽ പൈസ ഇല്ല. നിങ്ങളാരണ്ട കഴിച്ച 450 രൂപ. ഞാൻ പറഞ്ഞത് ഇഷ്ടംപോലെ കാശ് കിട്ടുന്നുണ്ട്, എല്ലാം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി തന്നെ പോട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. സുവിശേഷം നിമിത്തം കിട്ടിയതെല്ലാം സുവിശേഷത്തിന് വേണ്ടി പോട്ടെ. എന്താ കുഴപ്പം? സ്വോത്രം. കയ്യും വീശി പോകാനൊരു കൃപ തരണമേ എന്നാണ് ഇപ്പോഴത്തെ പ്രാർത്ഥന. അതുകൊണ്ട് ഞങ്ങൾ വീടൊക്കെ വിൽക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കാരണം വീടൊന്നും ആവശ്യമില്ലെന്നാണ് ഇപ്പോഴത്തെ എൻ്റെ ചിന്ത. ഈ ഒരു നിലയിലും അല്ലാത്തപ്പം 2 നില ആഗ്രഹം, അങ്ങനെയല്ലേ? ഒരു നിലയിലും അല്ലാത്തവർക്ക് എത്ര നില വേണം? 2 നില. ഇപ്പം എൻ്റെ പെണ്ണുമ്പോട് ചോദിച്ചു നോക്ക്, 2 നില എനിക്ക് 4 ബെഡ്റൂം, 4 അറ്റാച്ച്ഡ് ബാത്റൂം, 3 വിസിറ്റ്, എന്തോ 2200 സ്ക്വയർ ഫീറ്റ്, 2 അടുക്കള, 1 അടുക്കള, 2 അടുക്കള, ഓടി കിടക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പം ആലോചിച്ചു, ഈ വീട് ആവശ്യമുണ്ടോ? എന്താ കാര്യം? മേലോട്ട് കയറാൻ വയ്യ, ആർത്രൈറ്റീസ്, മുട്ടിന് രോഗം, തുടയ്ക്കാൻ ആളില്ല, ഒരു ആളെ പണിക്ക് നിർത്താനുള്ള കഴിവുമില്ല, എരപ്പാൻ നാണിക്കുന്നു, കിളയ്ക്കാൻ പ്രാപ്തിയില്ലെന്ന് പറഞ്ഞ പോലെ, തുടയ്ക്കാൻ ആരോഗ്യമില്ല, പണിക്ക് നിർത്താൻ കാശുമില്ല. ഇപ്പോൾ ഇവിടെ മാറ്റി നമുക്കിത് കൊടുക്കാം, എന്നിട്ട് താഴെ എങ്ങാനൊരു 3 മുറിയുള്ള ഒരു വീട് മതിയെന്ന്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞ, ഒരു നിലയിലും അല്ലാത്തവൻ 2 നിലയാണ് ആക്കുന്നത്. 2 നില കിട്ടിയവനെല്ലാം വട്ടം കറങ്ങുക. ശരിയാണോ ഞാൻ ഈ പറയുന്നത്? ഏതാണ്ടൊക്കെ ശരിയല്ലയോ? 2ാമത്തെ നിലയിലെ ഫ്ലഷ് പോയിട്ട് കാലം എത്രയായി, ഇത് മാറ്റി വയ്ക്കാൻ പോലും മേലോട്ട് കയറാൻ പറ്റിയിട്ടുണ്ടോ? അല്ല, ചിരിക്കുന്നു ചെല്ലും, ദൈവമേ കറക്റ്റ് ദൂതാണല്ലോ ഉണ്ട്. നമ്മുടെ ഒരു മോഹമാണ് മക്കളെ, ഒരു മോഹം. സ്തോത്രം. ഇതിനൊന്നും വലിയ കാര്യമില്ലച്ചാ. ഞാൻ 58 ലക്ഷം കൊടുത്തൊരു വീട് മേടിച്ചു. എന്നാ 58 ലക്ഷം ഉണ്ടായിട്ടാണോ? ഞാൻ ഒരു വീട് കണ്ടപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു, എടാ ചാച്ചൻ വീട് കണ്ടിട്ട് മേടി, എൻ്റെ പിള്ളേരും സ്വന്തക്കാരും ബന്ധക്കാരും എല്ലാം കൂടെ എൻ്റെ വീട്ടിൽ കൊടുത്ത 30 ലക്ഷം രൂപ. ചാച്ച അത് 30 ലക്ഷം കൊടുത്ത് മേടിക്ക്. ഞാൻ പറഞ്ഞു, എവിടുന്നാടാ കാശ്? ഉണ്ടാകുമ്പോൾ തന്നാൽ മതി. എന്നെ വലിയ ഇഷ്ടമായതുകൊണ്ടാണ്. ഞാൻ അബദ്ധത്തിൽ പെട്ടു എന്നാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ കേൾക്കുന്നുണ്ട്, എല്ലാ പ്രസംഗത്തിലുണ്ട്. എൻ്റെ അമ്മ പറഞ്ഞു, എടാ ഒരു സ്വന്തമായിട്ട് വീട് വെച്ചിട്ട് ഒരു കാന്താരി മുളക് നട്ട് തിന്നേച്ച് ചെത്താൽ മതി. നീ എവിടെ കിടക്കുന്നത്? ഇത് എത്ര വീടാടാ വാടകയ്ക്ക് താമസിക്കുന്നത്? അപ്പോൾ വീട് മേടിച്ച് 5 കൊല്ലമായി. ഒരു കാന്താരി നട്ട് ഒരു മുളക് പറിച്ചു കൊടുത്ത് ഞാൻ പറഞ്ഞു, ഇനിയെങ്കിലും ചത്തുകൂടെ എന്ന് ചോദിച്ചാൽ. അപ്പം അമ്മ പറയാം, പോടാ അവിടുന്ന്, ഞാൻ ജാഗത്തില്ല. കിടക്കാൻ എന്തൊരു സ്ഥലം വേണം പാസ്, ഒരു കട്ടിൽ വേണമല്ലേ? ഞാൻ ചെല്ലുന്നിടത്തെല്ലാം നല്ല റൂം, AC റൂമോ, വല്ലപ്പോഴും വീട്ടിൽ ചെന്ന് കിടക്കും. ഇപ്പോൾ തന്നെ എത്ര ദിവസമായി ചെന്ന് കഴിഞ്ഞാൽ എത്ര ദിവസം കഴിഞ്ഞാൽ കിടക്കുന്നത്? എന്തോന്നിനാ സത്യം പറഞ്ഞ വലിയ വീടൊക്കെ എന്തോന്ന് എനിക്ക് മനസ്സിലാവും. ഒരു ചെറിയ വീടൊക്കെ പോരെന്നാ. ഇപ്പം അത് വലുത് വന്നപ്പോഴാണ് എനിക്ക് ബോധോദായത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് എൻ്റെ മാത്രം ശരിയാണ്, നിങ്ങളുടെയൊക്കെ തെറ്റുമായിരിക്കാം. ഒന്ന് പിള്ളേരുണ്ടോ വീട്ടിൽ? ഇല്ല. 2 പട്ടിയും 2 പെട്ടിയും, ഒരു ജീവിയും ഒരു ഫ്രിഡ്ജും 2 പട്ടിയും. എന്നാ ജീവിതമാണ് അവിടെ. ഞങ്ങൾ അകപ്പയിൽ ഞങ്ങൾ ഭാഷമാർക്ക് കിടക്കാൻ സ്നേഹതീരം വളർന്നിട്ടേക്കുക. ഉദ്ദേശമല്ല, ഞാനും ഭാര്യ പറഞ്ഞു, ഞങ്ങൾ അവിടെ കാണാം, അവിടെ ഒന്ന് മക്കൾ കണ്ടേച്ചാൽ മതി. എന്നാ സുഖമാണ്. 5-6 ഉപദേശമാർ, 10-25 ഉപദേശമാർ ഒരുമിച്ച് താമസിച്ച് എല്ലാം സുഖമാണ് ഇല്ലേ? എൻ്റെ ഭാഷ ഞാനൊന്ന് വീണു. അപ്പോൾ ഈ ഭാഷ ഓടി, കാരണം അയ്യോ കൺവെൻഷൻ പ്രസംഗനായിരുന്നു, ഒരു ആളത്തെ കർത്താവിനോട് ഒത്തിരി അധ്വാനിച്ച് പറ്റും. അതാർക്കറിയാം? ശുശ്രൂഷകന്മാർക്കറിയാം. ഈ പിള്ളേർക്കറിയാമോ? അപ്പനും അമ്മയും നടന്ന് കഷ്ടപ്പെട്ട് നമ്മൾ വളർത്തുന്നതൊക്കെ അറിയാമോ? നമ്മൾ കഷ്ടത്തിൻ്റെ കഥ പറഞ്ഞപ്പോൾ നിങ്ങളൊരു കട്ടൻ കാപ്പിയും മിണ്ടാതിരുന്നോളണം. അപ്പോൾ നോക്കിയാലുണ്ട് കട്ടൻ മുളകും. പിള്ളേർക്കൊന്നും ഇഷ്ടമല്ലെന്നേ. പിന്നെ നമ്മളിപ്പോൾ തിരിച്ചു വരണം, മക്കളെ നിങ്ങളൊക്കെ ഞങ്ങൾ അൽഫാം മന്തി തന്നാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ അവർക്ക് ഇഷ്ടപ്പെടുള്ളൂ. നിങ്ങൾ കട്ടൻ കാപ്പിയൊക്കെ പറഞ്ഞാൽ അവർക്കൊന്നും ഇഷ്ടപ്പെടില്ല. ആവശ്യമില്ലാതെ കുറേ പഴഞ്ചൻ കഥയും കൊണ്ട് ഇങ്ങനെ നടക്കുക. ഇതൊന്നും അത് ഞാൻ പറഞ്ഞ് ചിലത് നമുക്ക് ആവശ്യമില്ല, നമുക്ക് തോന്നിപ്പോകുന്നേ. ഒന്ന് ശ്രമിക്കണേ. ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അതൊക്കെ കൂടുതൽ വല്ല വീടില്ലാത്ത ഉപദേശമാർക്ക് മാസത്തോറും വല്ല റെൻ്റെങ്കിലും കൊടുക്കാൻ പറ്റുമോ? ഇപ്പം ഞങ്ങളുടെ പ്രാർത്ഥനയും ആഗ്രഹവും നിങ്ങളും പ്രാർത്ഥിക്കും. എയർപോർട്ടിൻ്റെ അടുത്ത് എങ്ങാനും വീട് മേടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോരും, മേടിച്ച വിലയ്ക്ക് തന്നേക്കാം. ധൈര്യമായിട്ട് പറയുക കേട്ടോ. സ്തോത്രം. അപ്പം നമുക്ക് അടുത്ത ഭാഗത്തോട്ട് എന്താണ്? ഇത് ക്രയവിക്രയം ചെയ്യാനൊക്കുകയില്ല. സുവിശേഷം വിറ്റ് കാശാനൊക്കുകയില്ല. ഇത് കാശുണ്ടാക്കുന്ന മാർഗമല്ലെന്ന്. അങ്ങനെ ശിഷ്യൻ എന്ന് പറഞ്ഞാൽ ആരാന്നറിയാമോ? ശിഷ്യൻ ആരാന്നറിയാമോ? നേടുന്നവനല്ല, നഷ്ടമാക്കുന്നവനാ. അതാ, നേടുന്നവനല്ല, നഷ്ടമാക്കുന്നവനാ. വിശ്വാസി ശിഷ്യൻ തമ്മിലെ വ്യത്യാസം എന്താ? എന്തിനെങ്കിലും വിശ്വസിക്കുന്നവനും വിശ്വാസി, വിശ്വസിച്ചതിന് വേണ്ടി നിലനിൽക്കുന്നവനും പ്രചരിപ്പിക്കുന്നവനും ശിഷ്യൻ. അപ്പോസ്തലപ്രവൃത്തിയിലോ കർത്താവിൻ്റെ കൽപ്പനയിൽ എവിടെയെങ്കിലും നിങ്ങൾ വിശ്വാസികളെ ഉണ്ടാക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഒരു വാക്യം കാണിച്ചു തരാമോ? ഇല്ല. പിന്നെ ആരെ ഉണ്ടാക്കാനാ പറഞ്ഞിരിക്കുന്നത്? ശിഷ്യന്മാരെ. നമ്മളെന്താ പേരിട്ടിരിക്കുന്നത്? ശിഷ്യന്മാരെന്നാണോ വിശ്വാസികളിൽ നിന്നാണോ? വിശ്വാസികൾ. എന്നാ കാര്യം? ശിഷ്യന്മാരില്ല, അതുകൊണ്ടാണ്.
ആൻ്റെ ഒരു ശിഷ്യം വീണെന്നാണോ പറയുന്നത്? അല്ല, ആൻ്റെ ഒരു വിശ്വാസി വീണെന്നാണ് പറയുന്നത്. നമ്മളെ കുറിച്ച് ഇപ്പോൾ നാട്ടുകാരിയൊന്നും കാര്യമാക്കേണ്ട, അത് നമ്മൾ വലിയ ബന്ധമൊന്നുമില്ല. ഓതറേ നമ്മൾ ആരാ പോണേ, ഒരു പ്രാർത്ഥനാക്കാരൻ പോടും, അങ്ങനെയല്ലേ പറയുന്നത്. ആ പുള്ളി ഇതുവരെ സഭയെ പ്രാർത്ഥിച്ചിട്ടുണ്ടാവില്ല, എന്നാലും പുള്ളിക്ക് നാട്ടുകാർ ഇട്ടിരുന്ന പേരെന്തോന്നാ, ഇരിക്കട്ടെ. അതുപോലെ വിശ്വാസി, ഒരു വിശ്വാസം ഇല്ലാത്തവരില്ലേ, ഉണ്ട്, പുള്ളിയുടെയും പേരെന്തോന്നാ, ഇരിക്കട്ടെന്നോ, ഇല്ലാത്തതോ എഴുതൊക്കെ അവിടെ കിടക്കട്ടെ. സ്തോത്രം. ശിഷ്യൻ നേടാനുള്ളവനല്ല, പിന്നെ എന്താണ്, നഷ്ടമാക്കാനുള്ളവനാണ്. ഇതൊക്കെ ഒന്ന് പ്രായോഗികമാക്കാൻ ഞാൻ പ്രായോഗികമാക്കിയെന്ന് അവകാശപ്പെടുന്നില്ല, ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം പറ്റുമോ എന്നറിയില്ല, ഒരു ശ്രമം നടത്തുകയാണ് പ്രിയ. അതുകൊണ്ട് നമ്മൾ ഈ ലോകത്തുള്ള പലതും ഒക്കെ എങ്ങനെ സമ്പാദിക്കുന്ന ശ്രമമൊക്കെ നമ്മളിന്ന് ഒതുക്കെ മാറ്റുന്നത് നല്ലതാണ്. സ്തോത്രം. സുവിശേഷം നമുക്ക് പൈസ ഉണ്ടാക്കാനുള്ള മാർഗമല്ല. യേശുവിനെ വിശ്വസിച്ചുകൊണ്ട് അമേരിക്കയിൽ പോകാം, അവിടെ പോകാം, ഇവിടെ പോകാം, പിള്ളേർ അവിടെ പോകും, ഇവിടെ പോകും. അപ്പം ഇതൊന്നും നമ്മൾ ചിന്തിക്കരുത്, നമ്മുടെ നിത്യത നമ്മൾ നഷ്ടമാക്കരുത്. ഇത് ഉപജീവനത്തിൻ്റെ മാർഗം ദൈവം നടത്തിക്കോളും. 1100 മൈൽ സഞ്ചരിച്ചപ്പോൾ അബ്രഹാമിൻ്റെ പുറകെ ദൈവം നടന്നില്ലേ, എല്ലാം കൊടുത്തില്ലേ, ഇല്ലേ? ഇപ്പം ഞാൻ സ്ത്രീധനം മേടിച്ചില്ലെന്ന് കരുതിയോ, വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത് ഞാൻ വീട് വിട്ടേച്ച് പോകുന്ന ആളാണെന്ന് കരുതിയോ? എനിക്ക് 5 സെൻറ്റ് വസ്തുവും ഒരു വീടും മലയാറ്റൊരാൾ ദാനമായിട്ട് തന്നു, പാർശ്വക വീടില്ല, ഞാനത് വിറ്റ് അവിടുത്തെ സഭാകാള് പണിത്. സ്തോത്രം. ഇതൊക്കെ ചെയ്യുമ്പം ദൈവത്തിന് തോന്നിക്കാണ്, എന്തിനൊക്കെ കൊടുത്തേക്കാൻ തോന്നിക്കാണ്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് നമ്മൾ വ്യാകുലപ്പെടാതെ, ഒന്നിനെക്കുറിച്ച് നമ്മൾ ഭാരപ്പെടേണ്ട കാര്യമില്ല. കിടക്കാൻ ഞാൻ എപ്പോഴും പറയുന്ന, വാടകയ്ക്ക് കിടന്നാലും വിഷമിക്കേണ്ടതേ, വാടക കൊടുക്കാനുള്ള കാശ് കിട്ടിയാൽ പോരെ, പോരെ, അത് പോരെ, മതി. രോഗങ്ങൾ വരട്ടെ, പക്ഷെ വേദന ഇല്ലാതിരുന്നാൽ പോരെ. കുഷ്ഠരോഗാശുപത്രിയിൽ ഞങ്ങളുടെ ഒരു ആൻറ്റി ഉണ്ടായിരുന്നു. ഞങ്ങൾ മുമ്പാ രാവിലെ ഇന്നിപ്പോൾ ഒരാളുടെ കാലയിൽ നിന്ന് ബ്ലഡ് പോകുന്നു. ആൻറ്റി പോന്നപ്പോൾ ആൻറ്റിപ്പോൾ ഒരു വിരലില്ല, എലി കടിച്ചുകൊണ്ട് പോയി. രാത്രി വന്ന ഒരു എലി ഒരു വിരൽ കടിച്ചുകൊണ്ട് ഈ പുള്ളി അറിഞ്ഞിട്ടില്ല, കുഷ്ഠരോഗി അറിഞ്ഞിട്ടില്ല. പ്രാർത്ഥിക്കാൻ നേരത്തെ പുള്ളി പറയുക, പാസ്റ്ററെ എന്തോ വേദന ഉണ്ടാകാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാവുമെന്ന്. അന്ന് എൻ്റെ ചങ്ക് കിടുങ്ങിപ്പോയത്. നമ്മളെന്തോ പ്രാർത്ഥിക്കുന്നത്, കണ്ണുനീർ എന്ന് മാറുമോ വേദനകൾ. കുഷ്ഠരോഗി പ്രാർത്ഥിക്കുന്ന വിഷയം അറിയാം, വേദന ഉണ്ടാകാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? കാരണം രാത്രി എലി വന്ന് വിരലും കയ്യും കാലും കടിച്ചുകൊണ്ട് പോകുമ്പം വേദന അറിയുന്നില്ലാത്തതുകൊണ്ട് ആ ബ്ലഡ് തീർന്ന നേരം എടുത്ത് ചത്തുപോകുന്നത് ഉണ്ടോ? കളമശ്ശേരിയിൽ സൗകര്യം വെച്ചു, മണം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാവുന്നു. എന്താ കാര്യം? മൂക്കിന് മണമില്ല. മണമില്ലെങ്കിൽ ഇതെല്ലാം തിന്നാൻ പറ്റുമോ? ചിന്തിച്ചു നോക്കി. ഇതൊന്നും വലിയ കാര്യമല്ലല്ലയോ? നിങ്ങൾ ചിന്തിക്കണം. അതുകൊണ്ട് ഇത് നമുക്ക് വിറ്റ് പണമുണ്ടാക്കുക എന്നുള്ളതല്ല ഉദ്ദേശം. നമ്മുടെ ആവശ്യം കഴിഞ്ഞുള്ളതെല്ലാം കർത്താവിന് വേണ്ടി കൊടുക്കാനുള്ളതാണ്. ഞാൻ മിക്കവാറും ഇതൊന്നും പറയാൻ സമയം കിട്ടിയില്ല. മിക്കവാറും ഞാൻ പഴയ വസ്ത്രങ്ങൾ ശേഖരിക്കുന്ന ആളാണ്. എൻ്റെ കാരണത്തെ പുറയിൽ ഇതൊക്കെ കാണും. എന്തിനാണെന്നറിയാമോ? ഇല്ലാത്തവർക്ക് കൊടുക്കാനാണ്. 10-600 വിശ്വാസികൾ ആദിവാസികൾ കൂടുന്ന സഭ ഞങ്ങൾക്കുണ്ട്. അവിടെ കൊണ്ടുവന്നപ്പോൾ നാളെ അടുത്ത ബുധനാഴ്ച ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഡ്രസ് ഫെസ്റ്റ് നടക്കുകയാണ്. കഴിഞ്ഞ മാസം ഞങ്ങളുടെ ബൈബിൾ കോളേജിൽ ഡ്രസ് ഫെസ്റ്റ് നടന്നു. ഇല്ലാത്തവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അതിലല്ലേ കർത്താവ് നമ്മുടെ കയ്യിൽ തരുന്നേ. നമ്മളിതെല്ലാം കൂടെ കൂട്ടി വെക്കാനാണ്? ആണോ? അല്ല. എത്ര സാരി ഉണ്ട്? സത്യം പറ. ഇങ്ങോട്ട് നോക്കുക. കർത്തമേശ മുമ്പിലിരിക്കുക. എൻ്റെ അമ്മയ്ക്ക് എന്നാൾ ഞാൻ അലമാരി വന്നപ്പോൾ അമ്മയ്ക്ക് എത്ര വയസ്സെന്ന് അറിയാമോ? 82. അപ്പം സമ്മതിക്കുകയില്ല. അമ്മ പറയും 69 കഴിഞ്ഞിട്ട് 10 കൊല്ലമായി. അപ്പം എത്രയായി? തുറന്നപ്പോൾ എൻ്റെ 80 സാരി. എൻ്റെ അമ്മയും കേൾക്കുന്നുണ്ടാവും. അമ്മയ്ക്ക് 80 വയസ്സ്, എത്ര സാരി? ചാകാറായ അമ്മയ്ക്ക് 80 സാരി. ഈ വീട്ടിൽ ബഹുമാനമുള്ള ഓരോരോ സാധനം എന്തുവാ? സാരി. വേറെ ആർക്കും നമ്മോട് ബഹുമാനമില്ല. സംശയമുണ്ടെങ്കിൽ ഉച്ച കഴിഞ്ഞെന്ന് അലമാരി തുറക്കുക, 4 എണ്ണം കാലേ വീഴും. എന്നെ ഉടുത്തുകൊണ്ട് പോകും. അപ്പോൾ ബഹുമാനമുള്ളത് ഏത് സാധനമേ ഉള്ളൂ? എൻ്റെ പൊന്നമ്മ ഈ 80 സാരി ഇങ്ങനെ ഒടുക്കി പ്ലാസ്റ്റിക് പോലെ ഈ സാധനം ഊർന്നിങ്ങോട്ട് പോലും. കോട്ടനാണെങ്കിലേ അടക്കി ഇരിക്കത്തുള്ളൂ. കോവിഡ് കാരണം ഭൂപ്പലും പിടിച്ചിരിക്കുക, ഷൂ അടക്കം ഭൂപ്പൽ. എന്നെ ഒന്നും ഉടുത്തുകൊണ്ട് പോ. ഇപ്പോൾ ബഹുമാനമുള്ളത് ആർക്കാ? എന്തോന്നിനെ കെട്ടി വെച്ചിരിക്കുന്നത്? ഇത് ആർക്കെങ്കിലും ഇല്ലാത്ര കൊടുക്കുന്നേ. സന്ധ്യയായി ഉഷസമായി എത്രാം ദിവസം? 7-ാം ദിവസം. ഫ്രിഡ്ജ് വന്നതിന് ശേഷമോ 8-ാം ദിവസം, 2-ാം വാരം. സെഞ്ചുറി കടിക്കുന്ന ഫ്രിഡ്ജുണ്ട്. ഇതെന്തിനെ കയറ്റി വെച്ചിരിക്കുന്നത്? ചില ആളുകൾ ഫ്രിഡ്ജ് തുറക്കുന്ന വെളിപ്പാട് 19 പേർക്ക് ഒരുപോലെ അഗാധ കോപത്തിൽ നിന്ന് പുക പൊങ്ങി ഏതാണ്ട് പുകയൊക്കെയാണ് വരുന്നത്. എന്താണെന്നറിയാം. ഇത് എന്തോന്നിനെ കയറ്റി വെച്ചിരിക്കുന്നു? നമ്മുടെ കയ്യിൽ ദൈവം തമ്പുരാൻ കനപ്പെട്ട് തരുന്നത് ഒന്നുമില്ലാത്തവന് കൊടുക്കാനാണെന്നൊരു ബോധമുണ്ടോ നമുക്ക്? അതൊക്കെ മേടിച്ചിട്ട് കൊടുക്കാൻ നമ്മൾ ശ്രമിക്കണമെന്നായി പറയുന്നത്. അതുകൊണ്ട് സുവിശേഷം നിമിത്തം ഞാൻ പണക്കാരനായി എന്നൊരാൾ പറഞ്ഞാൽ ദാറ്റ് ഈസ് റോങ്.
റോങ് ആണത്. ഞാനടക്കം എന്നോട് ആളുകൾ പറയും, ഞാൻ 12 കൊല്ലം സാൻഡ്രോ പാസ് ഈ സാൻഡ്രോ ഒന്ന് കൊടുക്കുക. എന്നാത്തിന്? ഒരു ഇന്നോവ എടുക്കാം. സത്യം പറഞ്ഞ് എനിക്ക് കിട്ടുന്ന പൈസ ഉണ്ടെങ്കിൽ എനിക്കൊരു 6 മാസം മതി ഇന്നോവ എടുക്കുക എന്ന് പറഞ്ഞാൽ ലോണൊക്കെ ആയിട്ട് എടുക്കാം. ഞാനെടുത്തില്ല. പറയാൻ പാടില്ലെങ്കിലും പറയാം, എത്ര പേർക്ക് 1-2 പേർക്ക് കാർ ഞാൻ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ഉദ്ദേശമാരുടെ 2 വീലർ പലതും ഞാൻ മേടിച്ചു കൊടുത്തത്. ഞാൻ പറഞ്ഞത്, എടാ ടി വി ഇല്ലാത്ത, ഫ്രിഡ്ജില്ലാത്ത, കട്ടില്ലാത്ത, അലമാരില്ലാത്ത എൻ്റെ പിള്ളേർ എൻ്റെ കൂടെ ഉടക്കേണ്ടി വരും. അവിടെ ചെല്ലുമ്പോൾ ചില സെറ്റ് ചെല്ലുമ്പം ഡൊണേറ്റഡ് ബൈ ജോയി പാർക്ക്. ഞാൻ പറഞ്ഞ മാച്ചുകളാണ്. ഇന്ത്യയിലുള്ള 29 സെറ്റ് ഞാൻ സുവിശേഷം പ്രസംഗിച്ചു. ആരും പൈസ അങ്ങോട്ട് പോയി കൊടുക്കുന്ന. ഇന്ത്യയിൽ ഭദ്രാനഗർ, ഹാവേലി, ലക്ഷദ്വീപും ഡാമൻ 3 സ്ഥലത്തെ ഞാൻ സുവിശേഷം പ്രസംഗിക്കാനുള്ളൂ. ബാക്കി എല്ലാ സ്ഥലത്തും പോയി. ഈ എല്ലാ സ്ഥലത്തും ദൈവം എനിക്ക് തന്ന പണത്തിൻ്റെ ഓഹരി അവിടെ കൊടുത്തിട്ടുണ്ട്. അന്നും എനിക്ക് വീടില്ല കേട്ടോ, അന്നും എനിക്ക് സ്ഥലമില്ല. സ്വോത്രം. അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ശ്രമിച്ചു നോക്കാൻ പ്രിയപ്പെട്ടവരെ. ഇത് വിൽപ്പനയ്ക്കുള്ള സ്ഥലമല്ല, ഇത് വ്യാപാരം ചെയ്യാനുള്ള പ്രവൃത്തിയുമല്ല. ഇതുകൊണ്ട് വിദേശത്ത് പോയി രക്ഷപ്പെടാമെന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ശിഷ്യന്മാരാകാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം കാലം തീരാറായി. നമ്മൾ വിചാരിച്ച നാട്ടിലേക്ക് നമ്മൾ പോകാറായി. സ്വോത്രം. അവിടെ നമുക്കൊരു വീടുണ്ടെന്ന്, കൈകളാൽ തീർക്കാത്തൊരു വീടുണ്ടെന്ന്, അവിടെ കർത്താവ് ശില്പിയായി നിർമ്മിക്കുന്ന വീടുണ്ടെന്ന്. അതുകൊണ്ട് ഇവിടെ വീടുള്ളവർക്കായിട്ട് സ്വോത്രം. പോകാൻ നേരത്തെ അയൽപ്പക്കത്താർ കൊടുത്തേച്ച് പോകണം. ഇവിടെ ഇല്ലാത്തവർക്കായിട്ട് സ്വോത്രം. നഷ്ടമൊന്നും കാര്യമായിട്ട് വരികയില്ല. 2 കൂട്ടരും കൂടെ ചേർന്നൊരു സ്വോത്രം പറ. അങ്ങോട്ട് പൊങ്ങുന്നില്ല സ്വോത്രം. ശരി. ഇനി മൂന്നാമത്തെ എന്തുവാ? മൂന്നാമത്തെ പോയിന്റ് അത്രയും മതില്ല. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നറിയാമോ? ഇത് സൂക്ഷിക്കണം. വീട്ടിൽ ഇത് സൂക്ഷിക്കണം. നിധിയെ ക്രിസ്തു അകത്ത് സൂക്ഷിക്കണമെങ്കിൽ അകം ശുദ്ധിയുള്ളതായിരിക്കണ്ടേ? ഇല്ലേ? യേശുവിനെ സ്വീകരിച്ച പോലാണോ ഇപ്പം നമ്മൾ നടക്കുന്നത്? ആണോ? യേശുവിനെ സ്വീകരിച്ചപ്പോൾ എന്നാ കണ്ണുനീരെന്താ, കരച്ചിലെന്താ, ബഹളമാണ്, ആരാധനയ്ക്ക് എന്തോ കിടുക്കമായിരുന്നു. 2 തിമോത്തിയോസ് 3:1 ഒന്ന് എടുത്തു വെച്ച്. അന്ത്യകാൽ ദുർഘട സമയം വരുമെന്നറിയട്ടെ, മനുഷ്യൻ്റെ സ്വഭാവങ്ങൾ പറയാൻ പോവോ? ഒന്ന് വായിച്ചേ. യേശു അകത്തുണ്ടോ, നിധി അകത്തുണ്ടോ? ഒന്ന് വായിച്ചേ. 2 തിമോത്തിയോസ് 3:1 വായിച്ച് അറിയുക. 1 സ്വസ്നേഹികൾ. ഓരോന്നോരോന്ന് വായിക്കണം കേട്ടോ. ഒന്ന് വായിച്ചോ. എന്നാൽ വിട്. സ്വസ്നേഹികൾ 9 വായിച്ചേ. ചിലവിടെ ഉറക്കായി ആവേശത്തോടെ വായിക്കുക ആൻറ്റി. എൻ്റെയും കൂടെ വീര്യം കെട്ടുപോകാതെ. അഹങ്കാരം എന്നൊക്കെ പറയുമ്പോൾ അഹങ്കാരികളും അങ്ങനെ പറയണം, എന്നാലേ അഹങ്കാരത്തിൻ്റെ കുറവ് വരുള്ളൂ. വായിക്കേ. ദൂഷകന്മാര്, അനുസരിക്കാത്തവര്, നന്ദി കെട്ടവര്, അശുദ്ധര്. ഇതിങ്ങനെ ഓരോന്ന് പറയണം കേട്ടോ. ശ്രദ്ധിച്ച് കർത്തൃമേശ മുമ്പിലേക്ക് വരിക നമ്മൾ. അപ്പം യേശു നിധി അകത്ത് കിടക്കണമെങ്കിൽ നിങ്ങൾ പറ. ഞാൻ വരുമ്പോഴേ ഞങ്ങളുടെ ഭാഷന്മാരുടെ വീട് അടിച്ച് കളയോ, ഭാഷ പറഞ്ഞിട്ട് വരാമില്ല, പെട്ടെന്ന് ജോലിയെടുത്ത് അടി, നമ്മളടിക്കാനല്ല ഒക്കെ അടിച്ച് വൃത്തിയാക്കുന്ന കണ്ടിട്ടുണ്ട് ഞാൻ പലയിടത്ത്. അപ്പോൾ യേശു അകത്ത് താമസിക്കണമെങ്കിൽ എന്തോ വേണം? ഈ സ്വഭാവങ്ങളില്ലാതിരിക്കണ്ടേ? 2000 കഷ്ടം പുറത്ത് വന്നാൽ നേരിടാം. 2 കഷ്ടം അകത്ത് വന്നാൽ എന്ത് ചെയ്യും? സ്വർണത്തിൽ കറ വന്നാൽ എന്ത് ചെയ്യും? വിളയിൽ കള വന്നാൽ എന്ത് ചെയ്യും? ഗോതമ്പിൽ കെട്ടുപോകുന്ന വന്നാൽ എന്ത് ചെയ്യും? ഇന്നലെ പറഞ്ഞ പോലെ മഞ്ഞയും മുഞ്ഞയും ബാധിച്ചാൽ എന്ത് ചെയ്യും? ബുദ്ധിമുട്ടാണ്. ഒന്നാമത് മനുഷ്യൻ ആരാകും? സ്വസ്നേഹി. ഇങ്ങോട്ട് നോക്ക് എന്ന് പറഞ്ഞാൽ സെൽഫിഷ്. ഇപ്പോൾ ഈ സെൽഫി എടുക്കുന്നത് കണ്ടിട്ടില്ലേ? നമുക്കൊക്കെ അത്ര പരിചയമൊന്നുമില്ല. അതൊക്കെ പിള്ളേരെ കൊടുക്കണം. പിടിക്കണം. അതിന് കോലൊക്കെ കൊടിയൊക്കെ ഉണ്ട്. അതിലാദ്യം ഹൈലൈറ്റ് ചെയ്യുന്ന ഫോട്ടോ ആരുടെ ആയിരിക്കും? എടുക്കുന്നവൻ്റെയാണ്. അവനാണ് മുമ്പിൽ നിൽക്കുന്നത്. അതിൻ്റെ പുറകെ വരുള്ളൂ എല്ലാം. മനസ്സിലായോ? മനുഷ്യൻ സ്വസ്നേഹികൾ. ഞങ്ങളുടെ ഉപദേശിമാരിലുണ്ട് സ്വസ്നേഹികൾ, പ്രസംഗകരിലുണ്ട് സ്വസ്നേഹികൾ. സ്വയം അങ്ങ് സ്നേഹിക്കുക. കർത്താവിനേക്കാൾ നമ്മുടെ ഉപദേശിമാരും നമ്മൾ പറഞ്ഞിട്ടില്ലേ? കർത്താവിൻ്റെ വിലയേറിയ കേട്ടിട്ടില്ലേ നിങ്ങൾ? ഈ വിലയേറിയാന്ന് ചേർക്കേണ്ടത് എവിടാ? കർത്താവിൻ്റെ പറയുമ്പോഴാ വിലയേറിയ കർത്താവിൻ്റെ ദാസന്മാർ. അങ്ങനെയല്ലേ പറയേണ്ടത്? അല്ലേ? നമ്മളെങ്ങനെയാണ് പറയുന്നത്? കർത്താവിൻ്റെ, അതൊരു ഓഞ്ഞ കർത്താവ്, കർത്താവിൻ്റെ വിലയേറിയ. ആരാ ഇരിക്കുന്നേ? അപ്പം അങ്ങേരോ നമ്മൾ പാടും എന്നേശു ജീവിക്കുന്നത് ഞാനും എന്നേക്കും. ഈ പറച്ചിൽ കേട്ടാൽ നമ്മൾ ജീവിക്കുന്നതുകൊണ്ടാണ് യേശു റേഷൻ മേടിച്ച് പോകുന്നത് തോന്നിപ്പോവും അല്ലേ? സ്വസ്നേഹം. ചില പ്രസംഗിക്കാൻ വരുന്നത് കണ്ടിട്ടുണ്ടോ? 6 മണിക്ക് പാട്ട് തുടങ്ങും.
7:30 പ്രസംഗം കൊടുക്കും, ഇയാൾ 7:15 വരുള്ളൂ. എന്നാ കാര്യം? സ്വസ്നേഹം ആ വരവും കൊമ്പനാനപുരത്തോടെ നടപ്പും. ഇയാൾക്ക് പാട്ടൊന്നും വേണ്ട. അതൊക്കെ ആളുകൾ കൂടാൻ വേണ്ട തല്ലിപ്പൊളി പരിപാടിയെന്നാണ് പുള്ളി വിചാരിച്ചുകൊണ്ടിരിക്കണേ. ഞാനങ്ങ് യോഗത്തിന് വൈകിച്ചില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്നെ എവിടെ യോഗത്തിന് വൈകി വരുന്നത്? സംഗീതം ആൾ കൂടാനുള്ളതല്ല പ്രിയപ്പെട്ട, ഒരു ശുശ്രൂഷയാണ്. മനസ്സിലായി? 10,000 പാട്ടും പാടിയ പാട്ടാ, പക്ഷേ ഒരു ശുശ്രൂഷയാണത്. നമ്മൾ ഈ വൈകി വരുന്നവരെ എഴുന്നള്ളിക്കാൻ നടക്കേണ്ട കാര്യം എന്തുവാ? തിരക്കുകൾക്ക് നടുവിൽ എന്നാ തിരക്ക്? ഈ വന്ന ഭാഷക്ക് എന്നെ തിരക്കന്നെ നിങ്ങൾ പറ. എന്നെ തിരക്കന്നെ KSRTC കയറി പോകുന്നു. അതല്ലാതെ വേറെ തിരക്കൊന്നും. ഈ മാസം ആകെ കിട്ടിയ ഒരു പ്രോഗ്രാം ആയിരിക്കും പുള്ളിക്ക്. നമ്മൾ പറയുക കർത്താവിൻ്റെ ദാസൻ വിലയേറിയ തിരക്കുകൾക്ക് നടുവിൽ. ആകെ 2 പ്രോഗ്രാമേ ഉള്ളൂ ഈ മാസം. നമ്മളിങ്ങനെ ആവശ്യമില്ലാതെ യാക്കി വെച്ച് ഓരോരുത്തരെ പൊക്കി സക്കായി കയറിയെങ്കിലൊക്കെ മരത്തേല കോട്ടും ഡൈയൊക്കെ ഇട്ടിങ്ങനെ സ്വോത്രം. സക്കായി വേഗം മരത്തേന്നൊന്ന്. നമ്മളാണ് ഇവരൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്നത്. TPM-കാരോ ഉദ്ദേശമാരെ പേര് പോലും വെക്കത്തില്ല. മനസ്സിലായോ? നമുക്ക് പേര് വെച്ചില്ലെങ്കിൽ നമ്മളെ തല കാണുകയില്ല. സ്വസ്നേഹം ഇത് വിശ്വാസികൾക്കില്ലേ? ഉണ്ട്. നമുക്ക് നമ്മളെ തന്നെയാണോ കൂടുതൽ സ്നേഹമുള്ളത്? ആണല്ലോ. അതുകൊണ്ടല്ലേ കണ്ണാടി മുമ്പിൽ നിന്ന് 15 മിനിറ്റ് കഴിഞ്ഞാലും പോരാത്തത്. നിന്ന് എരിഞ്ഞു നോക്കി എന്നിട്ട് റോട്ടിക്കട പോകുമ്പോൾ കാലോടെ വീട്. എന്നാ കാര്യം? ആ തൃപ്തി ഇല്ലാത്തത് റോട്ടിക്കട പോകുമ്പോൾ ചങ്ങനാശ്ശേരി നോക്കുമ്പം കണ്ണാടിയുള്ള കട കണ്ടപ്പോൾ ഒന്നുകൂടെ നോക്കിയപ്പോൾ കാല് താഴെ പോയതാ. അറിയാം. അല്ലാണ്ട് ഓടയ്ക്ക് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അതിലെത്ര പേര് പോകുന്നുണ്ട്? അന്നേരം സാരി നേരെയാക്കും, അന്നേരം മുടി നോക്കും, ക്ലിപ്പിടും. അപ്പോൾ ആടെ പോയി എന്നിട്ട് പറയാ ഓടാ കണ്ണ് എവിടെ നോക്കണം. ചിലവിടെയൊക്കെ പ്രശ്നമാണ്. നമ്മുടെ കണ്ണാടി ഏതാ മക്കളെ? വചനമെന്ന്. എപ്പോഴാ കണ്ണാടി മുമ്പിൽ നിന്ന് പോകുന്നേ? മതി എന്ന് തോന്നുമ്പോഴേ കണ്ണാടി മുമ്പിൽ നിന്ന് പോരുള്ളൂ. ശരിയാന്നോ? എന്നിട്ട് ഇവിടെ വന്നേ ആദ്യം തന്നെ എൻ്റെ കഴിഞ്ഞ യുദ്ധത്തിലെ പിള്ളേർ വന്ന് നോക്കണം. എൻ്റെ ഞാൻ നോക്കിയപ്പോൾ ഒക്കെ ഇങ്ങനെ ഞാറ് നട്ടതുപോലെ ഇരിക്കുക തലമുടി. അപ്പോൾ ഒരു തന്നെ എപ്പോഴും മേളിലോട്ട്. ഞാൻ പറഞ്ഞു എന്തോ തലയാടാ ഇത്. അല്ല എന്നാ മുടിയാ നോക്കും. എപ്പോൾ നോക്കുമ്പോൾ ഉണ്ണിയാർച്ച മുടി കെട്ടുന്ന പോലെ ഇവൻ എപ്പോൾ നോക്കിയാലും മേളിലോട്ട് എന്നെ കയറ്റി വെച്ചേക്കഴിഞ്ഞ് ഞാൻ എടാ നീ എന്നാ കാണിച്ചാലും താഴോട്ട് വരും. ഈ അനുസരണമില്ലാത്തൊരു സാധനം മുടി. ശരിയല്ലേ? നമ്മൾ ഈ വെച്ചാലും അടുത്ത കാലത്ത് താഴോട്ട് വരും. ഇത് ചാകുന്നവരെ ഇത് അനുസരണമില്ല. അത് നമ്മുടെ സ്വഭാവമാണ്. നമ്മളൊരു പേരിട്ടു, ഫ്രീക്കൻ. ഞാനെന്നും പേര് വിളിക്കുക. ഞാൻ ആദ്യം പറഞ്ഞു എനിക്ക് ഈ പിള്ളേരോടൊക്കെ വലിയ ഇഷ്ടമാണ്. നമ്മളങ്ങനെയൊന്നും പറഞ്ഞാൽ അവരെ പരിഹസിക്കാറതില്ല. മൊബൈല് ഇതൊന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റും മനുഷ്യൻ. പക്ഷെ ഇതൊക്കെ കൺട്രോളിൽ വരുത്തിയില്ലെങ്കിൽ അപകടമാണെന്ന് നമ്മൾ പറയാറുള്ളൂ. അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് ഇപ്പം എന്താ നമ്മൾ പറഞ്ഞു വരുന്നത്? സ്വസ്നേഹമുണ്ടോ? മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? പാപികളും ദോഷികളുമായിരുന്നപ്പോൾ കർത്താവ് നമ്മളെ സ്നേഹിച്ചില്ലേ? ഇല്ലേ? സ്വസ്നേഹം ഇത് 18 കൂടെ പറയാൻ പോയാൽ 2:30 തീരുള്ളൂ. ബാക്കി പറ. ദ്രവ്യാഗ്രഹം ഉണ്ടോ സഭയ്ക്കകത്ത്? എന്താ സംശയം? ദ്രവ്യാഗ്രഹം സകല ദോഷത്തിനും. അതിൻ്റെ പുറകെ പോയി രക്ഷപ്പെട്ടിട്ടുണ്ടോ മക്കളെ? ആഹാൻ രക്ഷപ്പെട്ടോ? ഇല്ല. യൂദാ രക്ഷപ്പെട്ടോ? ഇല്ല. അനന്യാസും സഫീറയും രക്ഷപ്പെട്ടോ? ഇല്ല. ഒറ്റ രക്ഷപ്പെട്ടിട്ടില്ല. മറ്റു പാപം ചെയ്തവരൊക്കെ മടങ്ങി വന്നിട്ടുണ്ട്. ഇത് ചക്കരക്കുടവാ. കൈയിട്ടാൽ നക്കും. പണത്തിൻ്റെ പിറകെ പോയ ഒരുത്തരും എന്ത് ചെയ്തിട്ടില്ല? മടങ്ങി വന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ എന്ത് പാടില്ല? പണത്തോടൊരു അമിതമായ ആഗ്രഹം പാടില്ലെന്ന്. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് അങ്ങനെ വിചാരിക്കാൻ പറ്റും. എനിക്ക് 10 കോടി ഡ്രസ്സുണ്ട്, എന്നാൽ അത് മതി തീരുമാനിക്കുമോ? ഇല്ല. അപ്പോഴേക്കും ബ്രാൻഡ് നോക്കി പോവുക. ബ്രാൻഡ് ഇപ്പോഴേ ഒരു ട്രെൻഡാണ്. ആണ്ട് നോക്കുമ്പോൾ വണ്ട് വരുന്ന പോലെ വീട്ടിലോട്ടൊരു ബൈക്കുകാരൻ വരുന്നു. എന്നാ കാര്യം? പിള്ളേർ ബുക്ക് ചെയ്തിരിക്കുന്ന സാധനം എന്തോ ആമസോണും പരിപാടിയൊക്കെ ആയിട്ട് സാധനം ചോട്ട് വരിക. അത് ആരാ? പിന്നെ അർജുൻ ആരാ? സാധനം വന്നിട്ടുണ്ട്. എന്നാൽ അമ്മ ചോദിച്ച പോലെ എന്തു അടി ചോദിച്ചേ? സേഫ്റ്റി പിന്നാന്ന്. സേഫ്റ്റി പിന്ന് ഓൺലൈൻ വഴി കണ്ടു വണ്ട് പോലെ വരിക. സേഫ്റ്റി പിന്നെ ഓർഡർ ചെയ്ത് വരച്ചു. എന്നാ കാലം മതി. ശാപ്പാട് വരുന്ന കണ്ടിട്ടുണ്ടോ? സ്വിഗ്ഗി അത് ഇതൊക്കെ പറഞ്ഞിട്ട് സാപ്പാടൊന്നും കണ്ടിട്ടുണ്ടോ? ചേന വേണ്ട, ചേമ്പ് വേണ്ട, ചെറുകിഴി വേണ്ട, കാച്ചിൽ വേണ്ട, പിള്ളേർക്കൊന്നും വേണ്ട. നമുക്കും വേണ്ടല്ലോ. ആർക്കും
ആർക്കും വേണ്ടല്ല, നമുക്ക് ആർക്കും ഒന്നും വേണ്ട. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ഈ ദ്രവ്യാഗ്രഹം പണത്തോടുള്ള ആഗ്രഹം ഒരു പ്രശ്നമാണെന്നേ. ഇതിനോട് ആഗ്രഹമില്ലാതിരുന്നാൽ കൈ കിട്ടും, മനസ്സിലായോ? ആഗ്രഹിച്ചെടുത്താൽ നീ പിശുക്കനായിട്ട് ജീവിക്കും. ചില പിശുക്കന്മാരുണ്ട്, 500 രൂപയും കൊണ്ട് ചങ്ങനാശ്ശേരി പോകും. എന്താണെന്നറിയുമോ? അവൻ്റെ 9,99,000 രൂപ ഇരിപ്പുണ്ട്. അപ്പോൾ 2,500 കൂടെ ആയാൽ എത്രയാവും? 10 ലക്ഷമാവും. ഈ പിശുക്കൻ്റെ പണി കണ്ടോളണം. ചങ്ങനാശ്ശേരി ചെന്ന് നടക്കുക, വിശന്ന് കൂറ കുത്തി നടക്കുക. 2,500 കയ്യിലുണ്ട്. ഉള്ളി ചില പൊട്ടിച്ചാ തീർന്നു. പപ്സ് എത്ര? 22 രൂപ. 22? ഞാൻ പണ്ട് മേടിക്കുമ്പോൾ 9 ഒരു 50 ഉണ്ടാകുന്നുള്ളൂ. അത് പണ്ടേ. ഷെയ്ക്ക് എത്ര? 90 രൂപ. വേണ്ട. നടന്ന് അവസാനം ബോണ്ട എത്രയാ? 7 രൂപ. എന്നാൽ അത് തന്നെ. 2 ബോണ്ടയും നാരങ്ങ പോലും 15 രൂപ. ഉല്ലാസ് വെള്ളവും. പിശുക്കനെ PhD എടുത്തവനാ. എന്നാ കാര്യം അറിയാമോ? അവർ ഈ 2,500 രൂപ കൊണ്ടുവന്ന് വെച്ചിട്ട് വേണം 10 ലക്ഷം ആക്കാൻ. ഇവൻ അൽഫാം കഴിച്ചിട്ടില്ല, നാട്ടിലിറങ്ങി നടന്നിട്ടില്ല, പിള്ളേരൊന്നും തിന്നിട്ടില്ല. ഇങ്ങനെ ബോണ്ട നിന്ന് നടക്കുക, ജീവൻ മൂലം ബോണ്ട. ഈ പിള്ളേ ജയിലിൽ കൊണ്ടുവന്നിട്ടെങ്കിൽ 2 ഉണ്ടേ നിന്ന് നടക്കാറുന്നതല്ലേ. ആ സമയത്ത് ആകെപ്പാടെ 500 രൂപ വരുമാനമുള്ള ഒരുത്തൻ, അവരിൽ ആകെ 500 ഉള്ളൂ. അവൻ ചങ്ങനാശ്ശേരി പോയാലോ അവൻ മട്ടൻ ബിരിയാണി തിന്നും. 2 വീട്ടിലോട്ട് മേടിച്ചു. എന്നാ കാര്യം? അവൻ എത്ര വിചാരിച്ചാലും 10 ലക്ഷം ആവൂല. അതാ എൻ്റെ കാര്യം. എങ്ങനെയെങ്കിലും തീർത്തച്ചു വേണം അവന് വീട്ടിൽ പോകാൻ. മറ്റേ പുള്ളി എന്ത് ചെയ്യും? ഒന്നും തിന്നില്ല. ഈ 2 പേരും തമ്മിൽ വ്യത്യാസം. ജീവിതം എൻജോയ് ചെയ്യുന്നവരാരെന്നറിയുമോ? പിശുക്കന്മാരല്ല. മിതവ്യയമാകാം. മിതവ്യയം എന്ന് പറഞ്ഞാൽ ആവശ്യം, നമുക്ക് മനസ്സിൽ തൃപ്തിപ്പെടുത്താനുള്ള സംവിധാനങ്ങളാകാം. എനിക്കത് വേണ്ട, അത് തീരുമാനിക്കാം. ആ വേണ്ടാത്ത പണം ആർക്ക് കൊടുക്കണം? വേണ്ടവർക്ക് കൊടുക്കുമ്പോഴാണ് ദൈവം അനുഗ്രഹിക്കുന്നത്, അല്ല കൂട്ടിവെക്കുമ്പോഴല്ല. പുഴുവും തുരുമ്പും കിടക്കുന്ന സ്ഥലത്ത്. അപ്പോൾ ദ്രവ്യാഗ്രഹം അടുത്തെന്തോ? വേഗം പോട്ടെ. വമ്പ്, അഹങ്കാരം, ദൂഷണം 3 അവിടെ ചേർത്തുണ്ട്. അമ്മ പെറ്റ മക്കളാ അന്തപ്പൻ, കോരപ്പൻ, ലോനപ്പൻ എന്ന് പറയുന്ന പോലെ. ഒരു 3 പേര് തറവാട്ടി ജനിച്ചതാ. ഹൈസ്കൂളുകാരാ 3 പേരും. വമ്പും അഹങ്കാരവും ദൂഷണം. ദൂഷണം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? പരദൂഷണം. നമുക്ക് വല്ല പരദൂഷണം പറയാൻ അറിയാമോ? മലയാള മനോരമയുടെ എഡിഷൻ നാവിന് തുമ്പത്തെടുത്ത പാർട്ടികളുണ്ട്. ഞാൻ പറയും, സഭയിൽ ചില പറയും, എൻ്റെ വീട്ടിൽ പ്രശ്നമുണ്ട്, ഭർത്താവും ഞാൻ തമ്മിൽ കഴിഞ്ഞ 2 ആഴ്ചയായി മിണ്ടി പോയേക്കരുത്. അതൊക്കെ ദൈവമേ, സഭയെ വന്ന് പറഞ്ഞാൽ പാസം വിശ്വാസികളും പ്രാർത്ഥിക്കുമല്ലോ എന്നും പറഞ്ഞാൽ പറയുന്നേ. ആരും അറിയാതിരിക്കാനാണ് അവിടെ വന്ന് പറയുന്നേ. സഭയെ വന്ന് പറഞ്ഞ് ശരിയാണെങ്കിൽ ഈ പഞ്ചായത്ത് അറിയാൻ ഇനി അധികം നേരം വേണ്ട. ആവശ്യമില്ലാത്തത് ഇവിടെ വന്ന് പൊട്ടിച്ചേക്കരുത് കേട്ടോ. സ്തോത്രം. പരദൂഷണത്തിൻ്റെ പ്രത്യേകിച്ച് സഹോദരിമാർക്ക് ഒരു ഇച്ചിരി എവിടെയോ കൂടുതലുണ്ട്. കാരണം അത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് അങ്ങനെ അവർ കുറച്ച് സംസാരിച്ചു പോകും. അത് സ്വാഭാവികമാണ്, ശരിയല്ലേ? ബൈബിളിനകത്തുണ്ട്. പത്രോസിനോട് പറഞ്ഞു, പിന്നെ നീ അവൻ്റെ കൂടെ ഉള്ളവരല്ലേ, നീ അവൻ്റെ കൂടെ, ഞാൻ അവനെ അറിയും. കണ്ടോ? അതേ ചോദ്യത്തിന് പെണ്ണിനോട് ചോദിച്ചു, നിൻ്റെ പ്രിയനും മറ്റേ പ്രിയനും എന്താ വിശേഷത? എൻ്റെ പൊന്നെ, ചെറുതോണിരാമന് ഷർട്ട് തുറന്നു പോലെ വർത്താൻ പറയുന്നത്. എൻ്റെ പ്രിയൻ മെൺമെഞ്ചുപ്പുള്ളവനായാലും മതി റേഷൻ മേടിക്കാം, റേഷൻ പിന്നെ മേടിക്കാം, ബാക്കി കേട്ട് പോകാൻ പറഞ്ഞു. കണ്ടോ? എന്നോ വർത്തമാനവള്. യേശു ഒരു കാര്യം പറഞ്ഞ ആൾ പറയും, ശരി ഒരു ആമേൻ. മാർത്തയുടെ മറിയിടം പറഞ്ഞാലോ, നിൻ്റെ ഒടുക്കത്തെ അങ്ങോട്ട് ക്ലാസ് എടുക്കുക. 42 വാക്യമാ ശമരിയ സ്ത്രീയെ കുറിച്ച്. യേശു ഉയർത്തിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞോ? സൂചനം പറഞ്ഞോളാം പറഞ്ഞോ? ഇല്ല. പെണ്ണുങ്ങളോട് പറഞ്ഞില്ലേ? എന്നാ കാര്യം? നിങ്ങൾ പോയി പറഞ്ഞോളാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്താ? പെണ്ണുങ്ങളോട് പറഞ്ഞോളാൻ പറഞ്ഞു, ആണുങ്ങളോട് പോയി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കോളാം. എൻ്റെ പെണ്ണുങ്ങളോട് പറയാൻ പറഞ്ഞത്, പറഞ്ഞ് പരത്താൻ ഇവരെ പോലെ മിടുക്കൊരു ലോകത്ത് ഒരു കാര്യം കയ്യിൽ കിട്ടിയാൽ ഇരാമിൽ കൊതു കിടക്കെ പറഞ്ഞങ്ങോട്ട് പരത്താൻ. അപ്പോൾ നമ്മുടെ മനഃശാസ്ത്രം ആർക്കറിയാം? നിങ്ങളതിനെ പോസിറ്റീവായിട്ട് കാണ്. ഈ കുശുമ്പും കുന്നായ്മയും പറഞ്ഞുകൊണ്ട് നടക്കാതെ നല്ല കാര്യം പറഞ്ഞുകൊണ്ട് നടക്കുക. അതിനായി പറയുന്നത്, ആ കഴിവങ്ങോട്ട് ഉപയോഗിക്കുക. അടുത്തെന്തുവാ? വിട്ടോ? മക്കളെ, അമ്മയപ്പന്മാരെ അനുസരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടില്ല. മാതാപിതാക്കളെ, നിങ്ങൾ മക്കൾക്ക് വേണ്ടി ചെയ്യണം, അനുസരിച്ചോളണം. അതൊരു വലിയ അനുഗ്രഹം കേട്ടോ, അനുസരിച്ചോളണം. ഞാനിപ്പോഴും എന്നെ രക്ഷിക്കപ്പെടുത്തിയ പാസ്റ്റർ, സ്നാനപ്പെടുത്തിയ പാസ്റ്റർ, അവരെയൊക്കെ കാണാൻ പോകും, അതിലൊക്കെ മേടിച്ചു കൊടുക്കും, സ്തോത്രം പറയും. ഒരു പ്രത്യേക അനുഗ്രഹമാണ്. നിങ്ങളെ അനുഗ്രഹം കൈവിട്ട് കളയരുത് കേട്ടോ. അത് വിവരിക്കാൻ നേരമില്ല, സമയം. അടുത്ത്, നന്ദിയുള്ളവരെപ്പോൾ വരും സഭായോഗത്തിൽ? സഭായോഗത്തിന് മുമ്പേ വരും. നന്ദി പറയാൻ വരുന്ന. അപ്പം ചില നന്ദി കുറഞ്ഞവരോ?
സഹായം തുടങ്ങുമ്പോഴെങ്കിലും വരും. കുറച്ചുകൂടെ നന്ദി കുറഞ്ഞവരോ ഇൻ്റർവെൽ സമയത്ത് വരും. ഒരു നന്ദിയില്ലാത്തവരോ ആശീർവാദം പറഞ്ഞ് മുമ്പേ വരും. സ്തോത്രം. നന്ദി, കൃതജ്ഞത എന്ന വാക്കാണ് ലോകത്തിൽ ശ്രേഷ്ഠം. കൃതജ്ഞത അതാണ് ഏറ്റവും മോശപ്പെട്ട വാക്ക്. നന്ദി പറയണമെന്ന്. അടുത്തെന്തുവാ? കൗല മത്സരത്തെ കർത്തവ്യ കിടക്കാൻ. എന്താ അശുദ്ധിയും വിശുദ്ധിയും? സാമാന്യമായതിനെ അസാമാന്യമായി ഒന്നാക്കി മാറ്റുന്നതിൻ്റെ പേരാണ് വിശുദ്ധി. അതുണ്ടോ നമ്മുടെ ജീവിതത്തിൽ നിന്നാണ്? എൻ്റെ അർത്ഥം മനസ്സിലായോ? സാമാന്യമായ ഒരു സാധനത്തെ എന്താക്കി മാറ്റണം? അസാമാന്യമായി ഒന്നാക്കി മാറ്റണം. ആണ്ട് പാസ്റ്റർ കർത്തവ്യ ഒരു ഗ്ലാസ് വേണം. ഓതറയിൽ ചെന്നു, ക്രോക്കറി കടയിൽ ചെന്നു, 6 ഗ്ലാസ്. ഇതെന്താ വില? 200 രൂപ, 250 രൂപ, 6 ഗ്ലാസ്. ഞാൻ നോക്കിച്ച് വരാം. വേറെ ഗ്ലാസ് നോക്കി, ഒന്നും മനസ്സിൽ പിടിച്ചില്ല. 5 മിനിറ്റ് കൊണ്ട് ഗ്ലാസ് എടുത്ത് വീട്ടിൽ വരും. വരത്തില്ലയോ? ആണുങ്ങളാണെങ്കിൽ. പെണ്ണുങ്ങളാണെങ്കിൽ അവിടെയുള്ള സകല ക്രോക്കറി കടയും കയറി അവസാനം ഒരു ഗ്ലാസ് കൊടുക്കാതെ വീട്ടിലോട്ട് വരികയും ചെയ്യും, നാളെ പോവുകയും ചെയ്യും. അപ്പം നമ്മൾ എടുത്തുണ്ട്. ഇവിടെ വന്നപ്പം ആരുടെ കൊടുത്തു, ഡി ഒരെണ്ണം കർത്തമേശയുടെ വീഞ്ഞ് പകരാനുള്ള ഗ്ലാസ്സാണ്, മാറ്റുവി. ബാക്കി നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒരു ഗ്ലാസ് കഴുകി ഇവിടെ ഇപ്പം പാത്രമാണ്, വീഞ്ഞ് ഇവിടെ വെച്ചു. ഈ ഗ്ലാസ്സിന് ഇനി 5 ഗ്ലാസ്സുമായി വല്ല ബന്ധമുണ്ടോ? ഒരു ബന്ധവുമില്ല. മറ്റേ 4 പേരും ചോദിച്ചു, വിടാ നമ്മുടെ കൂടെ വന്ന കറിയാച്ചൻ എന്ത്? അവനെ കണ്ടിട്ട് കുറേ കാലമാവില്ല, ഇടയ്ക്കിടയ്ക്ക് വന്നിച്ച് പോകുന്നതാണ്, പക്ഷേ കൂട്ടുമുട്ടാൻ വകുപ്പില്ല. ആൻ്റെ ഒരു ഞായറാഴ്ച കർത്തമേശയ്ക്ക് പാസ് ഇതിങ്ങനെ വീഞ്ഞ് വാഴ്ത്തി നിൽക്കുമ്പോൾ ആൻറ്റി കുറേ ട്രേക്കകത്ത് കുറേ ചായയുമായിട്ട് അവിടെ വരിക. അവിടെ വന്നേച്ച് നോക്കുമ്പോൾ പാസ്സായിൽ ആരിയിരിക്കുന്നു? ഇവരെ കൂടപ്പുറപ്പ് ലോനപ്പുരം ഇരിക്കുന്നു. അപ്പോൾ അവരോട്, ഇടാ നമ്മുടെ കൂടെ വന്നപ്പോൾ പാസ കയ്യിലിരിക്കുന്നു. ശരിയല്ലേ? അവർ നോക്കി നിൽക്കുമ്പോൾ ഈ ഗ്ലാസ്സിനെ എല്ലാവരും മേടിച്ച് ഉമ്മം വെക്കുന്നു, ചുംബിക്കുന്നു, എന്നെ വീഞ്ഞ് കുടിക്കുന്ന. എല്ലാം കഴിഞ്ഞ് അവിടെ ചെന്നപ്പം വാഷ് ബേസിൻ്റെ ഇപ്പുറത്ത് ഈ പുള്ളി, ബാക്കി 4 ഇപ്പുറത്ത്. ഇവർ ചോദിച്ചു, നിനക്കെന്നാണ് ഒരു വിശിഷ്ട പദവി? പുള്ളി പറഞ്ഞു, എന്നാ വിശിഷ്ട പദവി? അല്ല, നീ എപ്പോൾ നോക്കിയാലും ചർച്ചിനകത്താണല്ലോ, വിശുദ്ധ മേശയ്ക്കകത്താണല്ലോ വീഞ്ഞ് പകരുന്നു. ശരിയല്ലേ? ഇതിനകത്ത് വീഞ്ഞല്ലേ പകരുള്ളൂ. മറ്റേതിനകത്തോ കട്ടൻ ചായ, കട്ടൻ കാപ്പി. പാസേ വിത്താണോ വിത്തൗട്ടാണോ? മോരും വെള്ളമാണോ നാരങ്ങ വെള്ളമാണോ കട്ടൻ ചായ ആണോ? എന്നാ വെള്ളവും പകരും, പകരത്തില്ലയോ? ഇതിനകത്ത് വേറെ പകരുമോ? പറഞ്ഞേ ആൻറ്റി, വേറെ വെള്ളം എടുക്കുമോ? ഇല്ല. അവനോര് എടുക്കുന്നുണ്ടെങ്കിൽ അപ്പോഴേ നിർത്തിക്കൊള്ളണം. അപ്പം എൻ്റെ അർത്ഥം എന്താ? ഇതിനെ പാസ്റ്റർ ഡേവിഡ് പാസ്റ്റർ നീ കർത്തൃമേശയ്ക്കുള്ള ഗ്ലാസ് ആണെന്നും പറഞ്ഞ് മനസ്സുകൊണ്ട് സെലക്ട് ചെയ്ത് ഇതിനകത്തോട്ട് കൊണ്ടുവന്നാൽ ഇടയ്ക്കിടയ്ക്കൊന്ന് കഴുകാൻ പോകാമെന്നുള്ളതല്ലാതെ മറ്റുള്ളവരുമായി യാതൊരു ബന്ധവുമില്ലെന്ന്. ഇതിൻ്റെ പേരാ മക്കളെ വിശുദ്ധി എന്ന് പറയുന്നത്. ഇന്ന് പകൽ കർത്താവിൻ്റെ മേശയുടെ മുൻപാകെ വരുമ്പോൾ ഒരു നീതിപ്രവർത്തികളും ഇവിടെ വിലപ്പോവുകയില്ല. മറിച്ച് ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകി വരുന്ന യേശുക്രിസ്തുവിൻ്റെ പുണ്യാഗ രക്തം കൊണ്ട് മാത്രമേ ഒരിക്കൽ കൂടെ കഴുകാൻ എനിക്കും നിങ്ങൾക്കും പറ്റത്തുള്ളൂ എന്ന് മനസ്സിലാക്കണം. ഇനി താഴോട്ട് ഒത്തിരി കാര്യങ്ങളുണ്ടൊന്ന് വായിച്ചേ. സ്നേഹമൊക്കെ വേണം കേട്ടോ. ചിലരുടെ പട്ടിയെ തലോടും, പട്ടിയുടെ വാലും തലയും ചെവിയും എല്ലാം തലോടും. സഭ വന്ന ആൾക്കാരോട് എവിടെന്നാ വന്നേന്ന് പോലും ചോദിക്കുകയില്ല. പട്ടീനെയാണ് പുള്ളിക്കിഷ്ടം. എവിടെ നിന്ന് വെച്ചാൽ വരുന്നത്? ഇനി വരണോട്ടോ ഞങ്ങളുടെ സഭയിൽ? ഒന്ന് പറഞ്ഞാൽ എന്നാ കുഴപ്പം? പുതിയ ആൾ വരുമ്പം അതിന് പകരം ഏതാ അങ്ങേറ്റത്ത് അങ്ങോട്ട് ആ കോല് പോലെ അതേതാ? അതൊരു പുതിയ സൗകര്യം. ശരി, ഇങ്ങനെ മാറി നോക്കുക. ഒക്കെ മാറ്റേ. സ്നേഹം കാണിക്കുക, വാത്സല്യം കാണിക്കുക. ഞാൻ പറഞ്ഞോണ്ട് നാളെ തന്നെ ചെന്ന് തലോടൊന്നും വേണ്ട. എന്നാലും എവിടെ നിന്നാ വന്നേന്നൊക്കെ ചോദിക്കുക. ഇനി മരണമെന്ന് പറ. നമ്മുടെ സ്നേഹം കണ്ടിട്ടല്ലേ ആൾ ഉപദേശം കേട്ടിട്ടാണോ? ഉപദേശം കേട്ടോണ്ട് വരും, സ്നേഹമില്ലെങ്കിൽ പോവും. അത് മനസ്സിലായോ? അടുത്തെന്തുവാ? അയ്യോ, ചില ആളുകൾ ഇണങ്ങാത്തവരാ. ഒരു കമ്മിറ്റി കൂടി നോക്കി ഒരു കാര്യം പറഞ്ഞു നോക്കി, നമുക്കെന്നാ പിന്നെ ഡിസംബർ 31 പിന്നെ ബിരിയാണിയാക്കാം. കഞ്ഞും പയറും വെച്ചാൽ എന്നാ കുഴപ്പം? അടുത്ത ആള് എന്നാ കഞ്ഞും പയറാക്കാം. എന്നാ വൻപയറാക്കി എന്നാ കുഴപ്പം? അടുത്ത ആള് വൻപയറാക്കാം. ചെറുപയറാണല്ലോ കൊടുത്തോണ്ടിരുന്നത്. വൻപയറും ചെറുപയറും എല്ലാം വയറിന് വേണ്ടിയാ. എൻ്റെ പൊന്നച്ചാ, ഒരു 50 പേര് സഭയുടെ 49 പേരും പറയുക ബിരിയാണി മതി. ഇങ്ങൾക്ക് അങ്ങനെ അനുകൂടെ കൂടി എന്നാ കുഴപ്പം? അപ്പോഴേക്കും ഒറ്റ കൊമ്പനായിട്ട് എനിക്കൊരു അഭിപ്രായമൊക്കെ. എന്നെ അഭിപ്രായം ഈ 49 പേര് കാര്യം തീരുമാക്കി അങ്ങ് കൂടിയാ പോരെ മക്കളെ? എന്നാലും ഈഗോന്നും പറഞ്ഞു കിടക്കാം. ഞാനതിനോടൊന്നും യോജിക്കുന്നില്ല. എന്നോ തണ്ട
നമ്മളൊക്കെ എല്ലാം യോജിച്ചാണോ അവിടെ വന്നിരിക്കുന്നത്? ആണോ? 12 ശിഷ്യന്മാരെ കർത്താവിന് യോജിച്ചവരാണോ? സംശയിക്കുന്നവൻ, എടുത്തുചാട്ടം ഒക്കെ തല്ലിപ്പൊളികളാണ്. പക്ഷെ ഇവരൊക്കെ ആരാന്ന് അറിഞ്ഞുകൊണ്ടാണ് കർത്താവ് തിരഞ്ഞെടുത്തത്. നമ്മളൊക്കെ അറിഞ്ഞുകൊണ്ട് തിരഞ്ഞെടുത്ത ദൈവത്തിന് സ്തോത്രം ചെയ്യണ്ടേ? സഭയുടെ ഐക്യത നമ്മൾ കാത്തു സൂക്ഷിക്കണ്ടേ? അടുത്തെന്തുവാ? ഏഷണിക്കാർ പറഞ്ഞു, അടുത്ത് ആ ഇന്ദ്രിയജയം ഇല്ലാത്തവര്. ഞാൻ ഇന്ന് പാല് പറയും, ഇന്ദ്രിയജയം വല്ലതും അറിയാമോ? ആർക്കറിയാം? കഴിഞ്ഞ യൂത്ത് ക്യാമ്പിന് എൻ്റെ സബ്ജക്റ്റ് ആയിരുന്നു ഇന്ദ്രിയജയം. 1.5 മണിക്കൂർ ക്ലാസ് എടുത്തു. ഒരു ഗുണമുണ്ടായി. 1.5 മണിക്കൂർ പിള്ളേരെ കരഞ്ഞു. ഞാൻ പാസ്റ്റർ രാവിലെ പറയായിരുന്നു, എനിക്ക് അതറിയൊരു സന്തോഷം. 1.5 മണിക്കൂർ ക്ലാസ് എടുത്തു. 1.5 മണിക്കൂർ ഞാനടക്കം പിള്ളേരും കരഞ്ഞു. എന്തായിരുന്നു സബ്ജക്റ്റ്? ഇന്ദ്രിയജയം. ഇതൊക്കെ പച്ചയ്ക്ക് പറയണ്ടേ? പറഞ്ഞാലേ പിള്ളേർക്ക് മനസ്സിലാകുള്ളൂ. നിങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കൂ? ഇല്ല. അവരെല്ലാം ഏടാവട് ചെയ്ത് കടമ്പം നിന്നോട് ആര് പറഞ്ഞു? നിങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ടോ? അടുത്ത് ഉഗ്രന്മാര്, കീഴടങ്ങാത്തവര്, ഒരു ഗുണമില്ലാത്തവര്, അയച്ചു ഒറ്റ കൊടുക്കുന്നവര്, ആ നികളത്തിൻ്റെ വകഭേദം, ആ ഇങ്ങനെ നടക്കുന്ന ആ സ്വഭാവങ്ങളൊക്കെ ഉള്ള ഒരാളിൽ യേശു വസിക്കുമോ? നിധി ഇരിക്കൂ? നിധി ഇരിക്കൂ? ഇല്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ നിധിയെ നമുക്ക് ഉള്ളിൽ സൂക്ഷിക്കണം. ഐശ്വര്യമായി ജീവിക്കണമെങ്കിൽ ഈ സ്വഭാവങ്ങളൊക്കെ നമ്മൾ മുറിച്ചു കളഞ്ഞേ പറ്റത്തു. തലമുറയ്ക്ക് ഇത് കൈമാറണം. നിങ്ങൾ പിടിച്ച സുവിശേഷം മറ്റുള്ള കൈമാറണ്ടേ? എൻ്റെ സമയത്തിൻ്റെ പരിമിതി കൺക്ലൂഷനിലേക്ക് വരികയാണ്. നിങ്ങൾ നോക്കണം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മേശയിലേക്ക് നമ്മൾ വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം ഇത് നിധിയാണത്. വളരെ ഗൗരവത്തോടെ നമ്മളിതിനെ കാണണം പ്രിയപ്പെട്ടവരെ. ഈ ക്രൂശ് ഒരു വേദനയുടെ സ്ഥലമല്ലേ? അല്ലേ? തുപ്പലിനും നിന്നയ്ക്കുന്നവൻ്റെ മുഖം എന്ത് ചെയ്തിട്ടില്ല? മറച്ചിട്ടില്ല. പ്രസവ വേദന, ഞാൻ ഇന്നലെ പറഞ്ഞു, പ്രസവവേദന പറഞ്ഞില്ലായിരുന്നോ? ആർക്കും കൂടെ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ കാണും കൂടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അതൊക്കെ അവർ സമ്മതിച്ചിട്ടുണ്ടോ? സമ്മതിച്ചിട്ടില്ലയോ? ആ, സമ്മതിച്ചു. പ്രസവ വേദനയുടെ ആഴം നിങ്ങൾക്കറിയാമോ? നിങ്ങൾ പ്രസവിച്ചിട്ടുണ്ടല്ലോ. നമുക്ക് പിന്നെ ഒന്നുമില്ല. ഒരു കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ എത്ര ആഴമുണ്ടെന്നറിയാമോ? 40 ഡെൽ വേദനയാണ്. 40 ഡെൽ എന്ന് പറഞ്ഞാൽ വല്ല മനസ്സിലായോ? 200 ഗ്രാം എന്ന് പറഞ്ഞാൽ മനസ്സിലായനെ. പക്ഷേ എനിക്കും അറിയാൻ മേല. ഡോക്ടർമാർ ചോദിച്ചു, കേട്ടോ നിങ്ങൾ, ഒരസ്ഥി ഒടിഞ്ഞാൽ എത്ര വേദനയാണെന്ന് ഏകദേശം അറിയാമല്ലോ. ഒരു അസ്ഥി ഒടിഞ്ഞാൽ കാല് പ്ലാസ്റ്റിക് ഇട്ടിരിക്കും, ഏകദേശം അറിയാം. നമ്മൾ ഒടിഞ്ഞിട്ടില്ലേലും ഒടിയാതിരിക്കട്ടെ. ഒരസ്ഥി ഒടിഞ്ഞാൽ എത്ര വേദന അറിയാമല്ലോ. അതുപോലെ 20 അസ്ഥികൾ ഒരു മനുഷ്യനിൽ ഒരേ സമയം ഒടിഞ്ഞാൽ ഉണ്ടാകുന്ന വേദനയുടെ ആഴമാണ് 40 ഡെൽ എന്ന് പറഞ്ഞാൽ. ഒരു കുഞ്ഞിനെ ഒരമ്മ പ്രസവിക്കുമ്പോൾ 20 അസ്ഥികൾ ഒടിയുന്ന വേദന സഹിച്ചിട്ടാണ് ഈ കുഞ്ഞിനെ പ്രസവിക്കുന്നത്. നിങ്ങളുടെ എന്നാ ദേഷ്യം വന്നാലും തള്ളയെന്നൊന്നും വിളിച്ച് പോയേക്കരുത് കേട്ടോ. 20 അസ്ഥികൾ ഒടിയുന്ന വേദന സഹിച്ചാണ് അമ്മ കുഞ്ഞിനെ പ്രസവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഇരിക്കുന്ന 70 പേരെ കാൽവറിയിൽ പ്രസവിക്കാൻ, ഈ ലോകത്തിൽ രക്ഷിക്കപ്പെട്ട മുഴുവൻ ആളുകളെയും കാൽവറിയിൽ നൊന്ത് പ്രസവിക്കാൻ യേശു അനുഭവിച്ച വേദനയുടെ ആഴം എത്രയാണെന്നൊന്ന് അളക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ബൈബിൾ പറയുന്നു, അസ്ഥിബന്ധങ്ങൾ ഉരുകിപ്പോയി, നാവ് അണ്ണാക്കോട് വറ്റിപ്പോയി. ചുറ്റും നിൽക്കുന്ന ഹോം നേഴ്സുമാരും ഡ്യൂട്ടിയിലുള്ളവരും ഡോക്ടറൊന്നും അല്ലെന്നേ, ബുഭുക്ഷയോടെ അലറുന്ന സിംഹങ്ങളാ ചുറ്റും നിൽക്കുന്നത്. പക്ഷേ ഈ വേദന സഹിക്കാൻ കർത്താവ് തീരുമാനിച്ച കാര്യം എന്നാണെന്നറിയാമോ? ഒരു സന്തതി അവനെ സേവിക്കുമെന്ന് കണ്ടത് കൊണ്ടാണ് ഇന്ന് പകൽ കർത്താവിന്റെ മുൻപാകെ, കർത്താവേ, നീ സഹിച്ച വേദനയ്ക്ക് പകരം വെക്കാൻ ഒന്നും എന്റെ ജീവിതത്തിൽ. അതുകൊണ്ട് ഇവനെ ഞാൻ നിധിയായി, ക്രൂശിനെ നിധിയായി ഞാൻ കാണും, ഉൾക്കൊള്ളുമെന്ന് തീരുമാനിക്കാൻ എത്ര പേർക്ക് സാധിക്കും പ്രിയപ്പെട്ടവർ? ഈ നിധിയെ ചേർക്കാനാണ് യേശു വരുന്നത്. നിങ്ങളുടെ നിക്ഷേപമുള്ളിടത്ത് നിങ്ങളുടെ ഹൃദയവും. നമ്മുടെ നിക്ഷേപം ആരാ? നമ്മൾ എല്ലാ വിലയും കൊടുത്ത് മേടിച്ച നിക്ഷേപം ആരാ? യേശുക്രിസ്തു. നാട് വിട്ടു, വീട് വിട്ടു, നാമധേയ കൂട്ടം വിട്ട്, എല്ലാം വിട്ട് യേശുവിനെ സ്വന്തമാക്കിയില്ലേ നമ്മൾ? യേശു എല്ലാം വിട്ടിട്ട് നമ്മളെ സ്വന്തമാക്കിയില്ലേ? നമ്മൾ എവിടെ ഇരിക്കുന്നു? ഓതറയിൽ. നമ്മുടെ നിക്ഷേപം അവിടെ ഇരിക്കുന്നു, സ്വർഗത്തിൽ.
യേശുവിൻ്റെ ശരീരം എവിടെ ഇരിക്കുന്നു? സ്വർഗത്തിൽ. നിക്ഷേപം എവിടെ ഇരിക്കുന്നു? സഭ ഭൂമിയിൽ. നിക്ഷേപമുള്ളയിടത്ത് എന്തിരിക്കും? ഹൃദയം ഇരിക്കും. ശരിയാന്നോ? ആണ്ട് ഇവിടുത്തെ മോള് മംഗലാപുരം പോവുക. കുറച്ച് കഴിയുമ്പം മംഗലാപുരത്ത് ജലപ്രളയം. ഉടനെ ഭാഷ ചങ്ക് പൊട്ടി. എന്നാ കാര്യം? ഇന്നലെ വരെ ചങ്ക് പൊട്ടാത്ത ഇപ്പം ചങ്ക് പൊട്ടുന്ന കാര്യം എന്നാ? മംഗലാപുരത്തെ മോളുണ്ട്, അതുകൊണ്ടാ. ഉഗാണ്ടയിൽ തീപിടുത്തം, നമുക്കൊരു പ്രശ്നമില്ല. എന്നാ അവിടെ അങ്ങ് ആരുമില്ല, അതുകൊണ്ടാ. നമ്മുടെ നിക്ഷേപം ഇരിക്കുന്നിടത്തല്ലേ നമ്മുടെ ഹൃദയം ഇരിക്കുന്നേ, അല്ലേ? അതുകൊണ്ടാണ് കർത്താവ് അവിടെയാണെങ്കിലും തൻ്റെ നിക്ഷേപമായ സഭ കൂടി വരുമ്പോൾ അതിൻ്റെ നടുവിലേക്ക് യേശു ഇറങ്ങിയിരിക്കും. അത് 2 or 3 പേർ എൻ്റെ നാമത്തിൽ കൂടി ഞാൻ അവരുടെ നടുവിലുണ്ടാകും. ദൈവമക്കൾ ഇവിടെയാണ് പാർക്കുന്നതിൽ ഹൃദയം അവിടെ ഇരിക്കണം. ആ 2 ഹൃദയങ്ങൾ കൂടിച്ചേരുന്ന സ്ഥലമാണ് പ്രിയപ്പെട്ടവരെ മധ്യാകാശത്തിന്റെ വരവിൽ, യേശുവിന്റെ വരവിൽ നടക്കുന്നത്. നമുക്ക് നമ്മുടെ കണ്ണുകളെ ഒന്ന് അടയ്ക്കാം. യേശു എൻ സ്വന്തം, ഹല്ലേലൂയ, എന്നോടെ ഭാഗ്യം ചൊല്ലിക്കൂടാ, കഴിഞ്ഞു പോ, കണ്ടാലും സർവം. 2 കരവും നെഞ്ചത്തോടൊന്ന് ചേർത്ത് പിടിച്ച് എല്ലാത്തിനേക്കാൾ വലുത് എനിക്കെൻ്റെ യേശുവാണെന്ന് പറയാൻ പറ്റും. എനിക്കു